ഇപ്പം ലൂക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ 4-ാം അധ്യായത്തിനകത്ത് കർത്താവ് യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിച്ചവരായ ആ മരുഭൂമിയിൽ വെച്ച് പിശാചിൻ്റെ പരീക്ഷണങ്ങളെ അതിജീവിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് പിശാച് എന്ത് ചെയ്തു? അവിടെ വചനം പറയുന്നുണ്ട്, തൽക്കാലത്തേക്ക് പിശാച് കുറച്ച് കാലത്തേക്ക് കർത്താവിനെ എന്ത് ചെയ്തു? വിട്ടുമാറി. ഹല്ലേലൂയ. ഇപ്പം നോക്കിക്കോണം, പരീക്ഷണങ്ങൾ എല്ലാ വ്യക്തികളും, എല്ലാ ആത്മീയ ജീവിതം എന്ന് പറയുന്നത് ഒരു വശത്തൊരു യുദ്ധമുണ്ട്. ഹല്ലേലൂയ. യേശു കർത്താവ് വരെ ഈ ഭൂമിയിൽ വന്നപ്പോൾ അവിടെ പരീക്ഷകൻ അടുത്ത് വന്നു. തന്നോട് പല ചോദ്യങ്ങൾ ചോദിച്ച് തന്നെ പരീക്ഷിക്കുകയാണ്. തൻ്റെ വിശ്വാസത്തെ, കർത്താവിനെ പോലും ദൈവപുത്രനെ പോലും ചോദ്യങ്ങൾ ചോദിച്ച് വലയ്ക്കാൻ ശ്രമിക്കുന്ന പൈശാചിക ശക്തി. ഹല്ലേലൂയ. അവിടെ വചനം പറയുന്നത് കുറച്ച് കാലത്തേക്ക് എന്ത് ചെയ്യുക? പിശാച് വിട്ടുമാറി. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ അവിടെ വരെ വലിയൊരു പരീക്ഷകനുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ ഓർക്കുക, എല്ലാം സുഗമമായി നടക്കണമെന്നില്ല. എപ്പോഴും നമ്മൾ വിജിലൻ്റ് ആയിരിക്കണം, നമ്മൾ ശ്രദ്ധയുള്ളവരായിരിക്കണം. വചനം എബ്രായർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം നോക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കുമ്പോൾ, നിങ്ങൾ കർത്താവ് യേശുവിൻ്റെ മുഖത്ത് ശ്രദ്ധിച്ചു നോക്കണം. എങ്ങനെ നോക്കണം? എങ്ങനെ? നോട്ടം തന്നെ പല വിധത്തിലുണ്ടല്ലേ? നോട്ടം തന്നെ പല വിധത്തിലുണ്ട്. അലസമായ നോട്ടമുണ്ട്, പിന്നെ ചുമ്മാ ഒന്ന് നോക്കി പോകുന്നതുണ്ട്. എന്നാൽ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ചിലരെ ശ്രദ്ധിച്ച് നോക്കും. ഹല്ലേലൂയ. അപ്പം ശ്രദ്ധിച്ച് നോക്കണം. ആരെ നോക്കണം? നാട്ടുകാരെയൊക്കെ നോക്കിയിട്ട് ഒരു കാര്യമുണ്ടോ? അടുത്തിട്ട് ചോദിച്ചു, ഒന്ന് കൈ കൊടുത്ത് പറഞ്ഞേ, ഇതുവരെ പലരെയും നോക്കി എന്തെങ്കിലും പ്രയോജനമുണ്ടോ? പലരെയും നോക്കി പക്ഷെ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒന്നുമില്ല. ഹാലേൽ. പക്ഷേ നോക്കേണ്ടവനെ ഇന്ന് പകൽ ശ്രദ്ധിച്ച് നോക്കണം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന് എത്ര ലാവണ്യമുള്ളവനാണ്, എത്ര സുന്ദരനാണ്. 10,000-ങ്ങളിൽ അതിസുന്ദരനായ നമ്മുടെ കർത്താവായ യേശുവിനെ ഒന്ന് ശ്രദ്ധിച്ച് നീ നോക്കിയാൽ നിന്റെ മുഖം പ്രകാശിക്കും. നിന്റെ മുഖം പ്രകാശിക്കും. ആ കർത്താവിനെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിന്റെ മുഖം പ്രകാശിക്കുക മാത്രമല്ല, നിന്റെ ജീവിതം തന്നെ അടിമുടി മാറും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ നോട്ടം മാറുന്നതാണ് പലപ്പോഴും നമ്മുടെ വീഴ്ചയ്ക്ക് കാരണം. മനുഷ്യനെ നോക്കുന്നവരുണ്ട്, മനുഷ്യരിൽ ആശ്രയിക്കുന്നവരുണ്ട്, ലോകത്തെ നോക്കുന്നവരുണ്ട്, പലതരത്തിലുള്ള നോട്ടങ്ങളുണ്ട്. കാക്കയെ പോലെയുള്ളവരുണ്ട്. കണ്ടവൻ്റെ കയ്യിലിരിക്കുന്ന അപ്പത്തെ നോക്കുന്നതാണ് കാക്കയുടെ ജോലി. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ പല നോട്ടങ്ങളുണ്ട്. പക്ഷേ കഴുകന്റെ ജോലി അതല്ല, ഉയരത്തിലോട്ടൊരു നോട്ടം. ഇന്ന് പകൽ അങ്ങനെ ചില കഴുകന്മാരായി നോക്കേണ്ടവനെ ശ്രദ്ധയോടെ നോക്കുന്ന ഒരു കൂട്ടം ജനം. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്കൊരു തീഷ്ണതയും തീവ്രതയും ഉണ്ടാകും. എനിക്ക് ദൈവത്തെ ആരാധിക്കണം, എനിക്ക് ദൈവ സാന്നിധ്യത്തിനകത്തിരിക്കണം, എനിക്ക് ദൈവത്തിൻ്റെ ആലയം വിട്ടു മാറാതിരിക്കണം എന്നൊക്കെ ഒരാവേശം ഉണ്ടാകും. അത് രാവിലെ എഴുന്നേറ്റ് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ വരാൻ നിങ്ങൾക്കൊരാവേശം ഉണ്ടാകാത്തതിന് കാരണം ഈ ലോകത്തിൽ പല നോട്ടങ്ങൾ നമ്മളിൽ നിന്ന് പലതും മാറിപ്പോകുന്നത് കൊണ്ട്, നമ്മുടെ ചിന്തകൾ മാറിപ്പോകുന്നത് കൊണ്ട്, നമ്മുടെ ശ്രദ്ധ മാറിപ്പോകുന്നത് കൊണ്ട് പലപ്പോഴും നമുക്കൊരു ആവേശമില്ല. അടുത്ത കാര്യം കൊണ്ട് പറഞ്ഞിട്ട് ഒന്ന് ആവേശമൊക്കെ ഉണ്ടാകണം. പാവപ്പെട്ട ദൈവത്തിൻ്റെ അഭിഷിക്തൻ വർഷിപ്പ് ചെയ്ത് അരുണ് പറഞ്ഞു, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനോട് പ്രതികരിക്കുന്നവരായി, ഒരാവേശമുള്ളവരായി നമ്മൾ മാറിയാലേ, ഈ പഴങ്കഞ്ഞി പോലെ ഇരുന്നാൽ നിന്റെ ജീവിതത്തിലെ സകല മേഖലകളിലും നീ ഇഴഞ്ഞു നടക്കേണ്ടി വരും. ഹല്ലേലൂയ. ചില ആൾക്കാരൊക്കെ രാവിലെ വന്നാൽ, അയ്യോ ഒന്നും കഴിച്ചില്ല, മൊത്തം ഗ്യാസാ. ഹല്ലേലൂയ. ഒന്നും വയറ്റിനകത്ത് ഒന്നുമില്ല. പെന്തക്കോസുകാരെന്താണ്, ഒന്നും രാവിലെ അവർ കഴിക്കത്തില്ല, പക്ഷെ 11 മണിക്ക് വരുള്ളൂ. അപ്പോ ഈ വചനം എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. പതിവ് പോലെ, എല്ലാവരും പറഞ്ഞ പതിവ് പോലെ. ആ വാക്കൊന്ന് ശ്രദ്ധിക്കണം. എന്താണ്? പതിവ് പോലെ കർത്താവ് യേശു ക്രിസ്തു വന്നപ്പോൾ പുസ്തകം എടുത്ത് കൊടുത്തു. പുസ്തകം കൊടുത്ത് വായിച്ചു. ഈ പതിവാണ് വിഷയം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലെ സകല പതിവുകളും മാറി
ചില പുതിയ കാര്യങ്ങളിലോട്ട് നമ്മുടെ ഹൃദയം ഒന്ന് പുതുക്കി. ഹല്ലേലൂയ, സ്തോത്രം. പതിവുകൾ നമ്മുടെ ലൈഫില് നമ്മൾ പോലും അറിയാതെ വന്നിരിക്കുന്ന ചില പതിവ് ശൈലികളുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ഈ പതിവ് ശൈലികൾ കൊണ്ട് ജീവിച്ചാൽ വാഗ്ദത്തം പ്രാപിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഹല്ലേലൂയ. ഇപ്പോ ഈ ആലയത്തിനകത്ത് യേശു ക്രിസ്തു വന്നപ്പോ അവിടെ പറയാണ്, പതിവ് പോലെ എന്തെഴുതു, പുസ്തകം കൊടുത്തു, തെറ്റിപ്പോയി. അടുത്ത് പറഞ്ഞ നിനക്ക് തെറ്റിപ്പോയി. ഹല്ലേലൂയ. കാരണം പതിവ് പോലെ ഈ പുസ്തകവും വായിച്ച് 3 പാട്ടും 1 സങ്കീർത്തനവും 1 പുസ്തകം പിന്നെ ഒരു ബൈബിൾ വായനയും കേട്ടിട്ട് ഉറങ്ങി 45 ഡിഗ്രി ചരിഞ്ഞിരുന്ന് ഉറങ്ങിയിട്ട് അവസാനം ആശീർവാദം പറയുന്നതിന് മുമ്പ് ഇറങ്ങി ഓടാം എന്ന് വിചാരിച്ചിരുന്ന ആൾക്കാർ ഞെട്ടിപ്പോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. ഇന്നും പലരും ഇവിടെ വന്നിട്ടുള്ളത് പതിവ് പോലെ രാവിലെ ഒന്ന് എഴുന്നേറ്റ്, ഉറക്കം തൂങ്ങി എഴുന്നേറ്റ്, ആരെങ്കിലും തട്ടി വിളിച്ച് എഴുന്നേക്ക്. പിന്നെ പലരും ഇസ്തിരിയൊക്കെ ഇട്ട് കൊടുത്ത്, കാപ്പി ഇട്ട് കൊടുത്ത്, ചായ ഇട്ട് കൊടുത്ത്, ഇഡ്ഡലി ചുട്ട് കൊടുത്ത് എല്ലാം ചെയ്ത് ഒന്ന് കാല് പിടിച്ച് റെഡിയായി ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്ന ചില വിഗ്രഹങ്ങളുണ്ട് ഇവിടെ. അവർക്ക് ഓരോ മാലയും കൂടെ ഇട്ട് കൊടുക്കണം, ഒരു ബൊക്കയും കൊടുക്കണം. എന്ത് മനോഹരം! അവരൊക്കെ വന്നത് ഭയങ്കര വലിയ ആൾക്കാർ, അവരൊക്കെ കർത്താവിനേക്കാളും വലിയവർ. ഹല്ലേലൂയ, ഭയങ്കര സംഭവമാണ് അവർ വരുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ വന്നാലേ ഇവിടെ ദൈവം, ഞാൻ അവിടെ ചെല്ലുന്നവരെ ദൈവം അവിടെ സ്വർഗത്തിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങണോ എന്നിങ്ങനെ നിൽക്കും. ഞാൻ അവിടെ കയറുന്നതും പെട്ടെന്ന് ഇറങ്ങി വരും, ഹെലികോപ്റ്ററിൽ ഇറങ്ങി വരും, പണ്ട് ജയം ഇറങ്ങി വന്നതുപോലെ എന്ന് പറഞ്ഞ് ചിന്തിച്ച് സ്വയം അഹങ്കാരം ഹൃദയം. അതാണ് കർത്താവ് ശമൂവേലിനോട് പറഞ്ഞു, നീ പൊക്കവും വണ്ണവും ഇവൻ്റെ ഇതൊന്നും കാണരുത്, നോക്കരുത്, എൻ്റെ പ്രവാചക നീ നോക്കരുത്, ഇവൻ്റെ ഹൃദയം നോക്കണം. മനുഷ്യൻ പൊക്കവും വണ്ണവും അവൻ്റെ വരവും പോക്കും ഒക്കെ നോക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നിന്റെ ഹൃദയങ്ങളെ നോക്കുന്നവരാണ്. ഹല്ലേലൂയ. നിനക്ക് എത്രത്തോളം ഹൃദയത്തിനകത്ത് തീയുണ്ട്, നീ എത്രത്തോളം യേശുവിനെ സ്നേഹിക്കുന്നു, നിന്റെ സ്നേഹം അത് തണുത്ത പഴങ്കഞ്ഞി പോലെ ആണെങ്കിൽ നിന്റെ വരവും അതുപോലെ പതുക്കെ ആടി ഹല്ലേലൂയ. 9 മണിക്കുള്ള ആരാധനയ്ക്ക് നീ 11ഉം 12ഉം 10:30ക്കും നിനക്ക് ഇഷ്ടമുള്ളപ്പോൾ ഹല്ലേലൂയ കയറി വരുമ്പോൾ ഓർത്തോളണം, നിന്റെ അകത്തെ മനുഷ്യൻ മരിച്ചിട്ട് വർഷങ്ങളായി. ഹല്ലേലൂയ. ഇന്ന് പകല് പതിവ് ശൈലികളെ മാറ്റുന്ന ദൈവത്തിന്റെ കരം, പതിവ് ആരാധനകൾ, പതിവ് പ്രാർത്ഥനകൾ, പതിവ് ശൈലികൾ മാറിയിട്ട് ഇന്ന് പകൽ നീ തീരുമാനമെടുക്കണം. എൻ്റെ അകത്തെ മനുഷ്യനൊന്ന് ബലപ്പെട്ട് എൻ്റെ ആ പഴയ ആരാധന, പഴയ തീഷ്ണത, പഴയ പ്രാർത്ഥന, പഴയ ദൈവ സ്നേഹം, പഴയ ആവേശം. പണ്ട് ഞാൻ 21 ഇരിക്കുമായിരുന്നു, പണ്ട് ഞാൻ 41 ഇരിക്കുമായിരുന്നു, പണ്ട് ഞാൻ 3 മാസം ഫാസ്റ്റിംഗ് ആയിരുന്നു, പണ്ട് ഞാൻ അതായിരുന്നു, പണ്ട് ഞാൻ ഇതായിരുന്നു, പണ്ട് ഞാൻ അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പൊ എന്തുണ്ട്? ഒന്നുമില്ല. ഹല്ലേലൂയ. പണ്ടത്തെ കാര്യമൊന്നും ഇവിടെ ആർക്കും കേൾക്കണ്ട. ലൈവായിട്ട് പ്രസന്റ് കണ്ടീഷൻ നിന്റെ ആത്മീയത എത്രയാണ്, എന്താണ് പ്രശ്നം, നീ ആരാണ്, എന്താണ്, നീ ദൈവസന്നിധിയിൽ എത്രത്തോളം തീഷ്ണതയുള്ള വ്യക്തിയാണ്. ഹല്ലേലൂയ. പണ്ട് നീ പലതുമായിരുന്നിരിക്കാം, പക്ഷെ ഇന്ന് നീ എന്താണ്? ഇന്ന് നീ പ്രാർത്ഥനയിൽ എത്രത്തോളം തീഷ്ണതയുണ്ട്, ഇന്ന് എത്രത്തോളം പ്രാർത്ഥനയിൽ ഉപവാസത്തിൽ നീ ഇരിക്കുന്നുണ്ട്, എത്രത്തോളം ദൈവത്തിന്റെ ആലയത്തിൽ ഇരിക്കാൻ നിനക്ക് പിന്നെ താല്പര്യമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ കയ്യടിയല്ല, നമ്മുടെ ചാട്ടവും തുള്ളലുമല്ല, നമ്മുടെ ആക്ഷൻ, നമ്മുടെ പ്രവൃത്തിയിലാണ് വിശ്വാസം വെളിപ്പെടേണ്ടത്. ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് നമ്മൾ ദൈവത്തിന്റെ ആലയം വിട്ടുപിരിയാതിരുന്ന യോശുവ. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന്റെ ആലയം വിട്ടുപിരിയാതെ ഇരുന്നു. എനിക്ക് വീട്ടിൽ പോയി ഇരുന്നു കിടക്കണം, ഉറങ്ങണം. എല്ലാവർക്കും കിടക്കാൻ താല്പര്യമുണ്ട്, എനിക്ക് ഭയങ്കര താല്പര്യമാണ്. പക്ഷേ നമ്മുടെ അകത്തൊരു ദൗത്യം കിടക്കുകയാണ്. ദേശത്തിലൊരു ഉണർവ് സംഭവിക്കണം, നഷ്ടപ്പെട്ടുകൊണ്ട് നശിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാക്കളുടെ ഒരു വിടുതൽ സംഭവിക്കണം,
ഇവിടെ 4, 3, 7 വരും വെച്ച് കൊട്ടിയും പാടി ഇരിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. നമ്മുടെ വിളി വേറെയാണ്. ആത്മാക്കളെ കൊള്ളയടിക്കുന്ന ഒരു വിളിയാണ്. ഇന്ന് പകൽ നിന്റെ അഭിഷേകത്തെ നീ തിരിച്ചറിയുമ്പോഴാണ് നിന്റെ അകത്തുള്ള സിംഹം പുറത്തു വരുന്നത്. നിന്റെ അകത്ത് ഉറങ്ങിക്കിടക്കുന്ന ഒരു യഹൂദാഗോത്രത്തിലെ സിംഹം കിടപ്പുണ്ട്. നീ ആരാണ്? നിന്റെ വിളി എന്താണ്? നിന്നെ എന്തിനാ ദൈവം വേർതിരിച്ചിരിക്കുന്നത്? നിന്റെ ജീവിതത്തിലെ പല പ്രതിസന്ധികളും വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അതിന്റെ വിടുതലിന് വേണ്ടി കാത്തിരിക്കാനല്ല, അതിനേക്കാൾ ഉപരിയായി നിന്റെ മേലെ ഒരു വലിയ വിളി കിടക്കുന്നു. നശിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാക്കളെ നേടാൻ ഹല്ലേലൂയ ദൈവം നിന്നെ അഭിഷേകം ചെയ്തിരിക്കുക. ഹല്ലേലൂയ. അപ്പൊ പതിവ് ശൈലികൾ, പതിവ് ആരാധനകൾ, പതിവ് പോലെയുള്ള വരവ് ഇന്ന് കൊണ്ട് നീ നിർത്തണം കേട്ടോ. അടുത്ത പറഞ്ഞിട്ട് പതിവ് വരവൊക്കെ നിർത്തണം. പതിവ് പോലെയുള്ള വരവുണ്ടല്ലോ, ഞാൻ വലിയൊരു സംഭവമാണ്, ദൈവം എനിക്ക് വേണ്ടി കാത്തിരിക്കും, ഞാൻ വന്നിട്ടേ ദൈവം ഇവിടെ വരത്തുള്ളൂ എന്നുള്ള ചിന്താഗതി മാറിയിട്ട് അതിരാവിലെ തലേ ദിവസമേ റെഡിയായി നിന്റെ ഹൃദയത്തിനകത്ത് അതിരാവിലെ കാലത്തെഴുന്നേറ്റ് പോയി എൻ്റെ ദൈവത്തിനെ എനിക്ക് ആരാധിക്കണമെന്നുള്ള ഒരു തീഷ്ണത ഉണ്ടായില്ലെങ്കിൽ നീ കേൾക്കുന്ന ദൂതൊന്നും നിന്റെ ലൈഫിൽ വെളിപ്പെടില്ല. ഹല്ലേലൂയ. എന്നാൽ ചിലരത് പ്രാപിക്കും. നിന്റെ മേൽ കിടക്കുന്ന ദൂതും വാഗ്ദത്തവും അത് ഈ പതിവ് ശൈലികൾ തെറ്റിച്ചിട്ട് ദൈവസന്നിധിയിൽ തീഷ്ണതയോടെ നിൽക്കുന്ന ചിലരുടെ മേൽ എന്റെ ദൈവം എടുത്തു മാറ്റാൻ പോയ. സമയമുണ്ടെങ്കിലും സാഹചര്യമുണ്ടെങ്കിലും നമ്മുടെ പതിവ് ശൈലികൾ മാറാതെ നമ്മൾ വലിയൊരു VIP പോലെ ചമഞ്ഞ് ദൈവത്തിനെ നിഗളിക്കരുത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മുടെ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്ന ദൈവം പരിശുദ്ധന്മാർ പറയുകയാണ്, ഹല്ലേലൂയ, നിന്റെ പതിവ് ശൈലികൾ മാറട്ടെ, നിന്റെ പതിവ് ആരാധന മാറട്ടെ, പതിവ് ചിന്താഗതികൾ മാറട്ടെ, പതിവായിട്ട് നീ വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കുന്ന നിന്റെ സിസ്റ്റങ്ങൾ മാറട്ടെ, നിന്റെ ആറ്റിറ്റ്യൂഡുകൾ മാറട്ടെ, നിന്റെ പേഴ്സണാലിറ്റികൾ മാറട്ടെ, നിന്റെ ഡിസിഷനുകൾ മാറട്ടെ, നിന്റെ തീരുമാനങ്ങൾ മാറട്ടെ, പതിവ് ആരാധനകൾ മാറട്ടെ. ഹല്ലേലൂയ. അതവന് മാറ്റം വരുമ്പോൾ അടുത്ത ലെവലിലോട്ട് കയറുന്നതാ. യേശു വന്നത് എന്തിനാണെന്നറിയാമോ? പതിവുകൾ മാറ്റാന്. പിള്ളേർ പറഞ്ഞോട്ടെ, കർത്താവ് നമ്മുടെ ഇടയിൽ വന്നത് നൂറ്റാണ്ടുകളായി പരീശന്മാരും സദൂക്യന്മാരും അവിടെയുള്ള സകല മഹാപുരോഹിതന്മാരും ആചരിച്ചു കൊണ്ടിരുന്ന ഒരു പരിപാടിയാണ്. ഏത് ആത്മീക ജീവിതമാണെങ്കിലും ആരംഭത്തിൽ ഭയങ്കര ഫയറും തീയൊക്കെ കാണും. പോകെ 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 കരിക്കട്ടകളാവും. കരിക്കട്ടാവാൻ കാരണം എന്താണെന്നറിയാമോ? ശ്രദ്ധ മാറും. എന്താണ്? ശ്രദ്ധ മാറരുത്, ശ്രദ്ധ മാറരുത്. ഹല്ലേലൂയ. ശ്രദ്ധ മാറിയാ നീ കരിക്കട്ടയാവും. ശ്രദ്ധ മാറിയാ നിന്റെ ആരാധന പോകും, നീ അറിയൂല. ഞാൻ ആരാധിക്കില്ല, ആർക്ക് നഷ്ടം? ഹല്ലേലൂയ. ചിരി വരിക എനിക്ക്, ഞാൻ ആരാധിക്കില്ല, ഇന്ന് ഞാൻ പ്രതികരിക്കില്ല. അപ്പോൾ കർത്താവ്, അയ്യോ പ്രതികരിക്കുന്നില്ല, എനിക്ക് നഷ്ടപ്പെട്ടു, വേറൊരാളിനെ തിരഞ്ഞെടുക്കും ദൈവം, കല്ലിനെ തിരഞ്ഞെടുക്കും. എത്രയോ ക്രിസ്ത്യാനികൾ ആരാധിക്കാതിരുന്നപ്പോഴാണ് RSSകാരായ കല്ലായ ഞങ്ങളെയൊക്കെ തിരഞ്ഞെടുത്ത ദൈവം. നിനക്ക് പകരം നിന്റെ കുലത്തിൽ നിന്റെ അതേ പേരുള്ള മറ്റൊരുവനെ തിരഞ്ഞെടുത്ത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ കുലത്തിൽ നീ എഴുതി വെച്ചോ, നീ ആരാധിക്കാതെ പ്രതികരിക്കാതിരുന്നാൽ നിന്റെ കുലത്തിൽ നിന്റെ പേരുള്ള മറ്റൊരുവനെ, ഹല്ലേലൂയ, നീ ദൈവത്തെ തള്ളി പറഞ്ഞാൽ നിന്റെ കുലത്തിൽ തന്നെയുള്ള, നിന്റെ ഗോത്രത്തിൽ തന്നെയുള്ള, നിന്റെ കുടുംബത്തിൽ തന്നെയുള്ള നിന്റെ പേരുള്ളവനെ, മറ്റൊരുവനെ എന്റെ ദൈവം എഴുന്നേൽപ്പിച്ച് ആത്മാവിൽ ആരാധിപ്പിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. അപ്പൊ പതിവ് ശൈലികൾ, പതിവ് പ്രതികരണങ്ങൾ, പതിവ് ശൈലിയിലുള്ള തീരുമാനങ്ങൾ, ചിന്താഗതികളെ ദൈവസന്നിധിയിൽ ഇന്ന് പകൽ മാറണം. അത് മാറ്റാനുമാണ് കർത്താവ് 2000 വർഷങ്ങൾക്ക് മുമ്പ് കാല് ചവിട്ടി ആലയത്തിനകത്ത് കയറിയത്. എന്തിനാണെന്നറിയുമോ? പ്രതികരണ ശേഷി നഷ്ടപ്പെട്ട, ഹല്ലേലൂയ, വെളിമേ വസ്ത്രം കൊണ്ടും ഹല്ലേലൂയ വേഷവിധാനങ്ങൾ കൊണ്ടും ഭക്തിയുടെ വേഷം ധരിച്ചിട്ട് അകത്ത് ദൈവശക്തി നഷ്ടപ്പെട്ട വ്യക്തികളെ, ഹല്ലേലൂയ, സ്തോത്രം, തിരിച്ചറിയാൻ വേണ്ടി യേശു അകത്ത് കയറി. ഹല്ലേലൂയ. നിങ്ങൾ അധരം കൊണ്ട് ദൈവത്തെ സേവിക്കുന്നു, നിങ്ങളുടെ ഹൃദയം എത്രയോ ദൂരെ ഇരിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ വേഷവിധാനങ്ങൾ കൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ഭക്തിയുടെ വേഷം കെട്ടിയിരിക്കുന്നു, എന്നാൽ നിങ്ങൾ ശക്തി നഷ്ടപ്പെട്ടവരാണ്. ഹല്ലേലൂയ.
അത് തെളിയിക്കാൻ യേശു അകത്ത് കയറി. ശക്തിയൊക്കെ നഷ്ടപ്പെട്ടിട്ട് എത്രയോ നാളായി. ഭക്തിയുടെ വേഷമേ ഇപ്പോൾ ഉള്ളൂ. അതരം കൊണ്ടുള്ള സ്തുതിയും ആട്ടവും ചാട്ടവും. പക്ഷെ അകം എല്ലാം പൊള്ള കരിക്കട്ട ചാമ്പല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനകത്ത് ഒരുപാട് മൃഗങ്ങൾ കയറിയിരിക്കുകയാണ്. എന്നാൽ അതിന് വേണ്ട കർത്താവ് പറഞ്ഞു, അകത്ത് ഞാൻ കയറുന്നു. ഈ പള്ളിക്കകത്ത് ഇന്ന് ഞാൻ കയറുന്നത്, ഹല്ലേലൂയ, സ്തോത്രം, എന്നെ ദൈവം അഭിഷേകം ചെയ്ത എൻ്റെ മേൽ വ്യാപരിക്കുന്ന എൻ്റെ അനോയിന്റിങ്ങിനെ കുറിച്ച് ഞാൻ ഇവരുടെ മുമ്പിൽ ഒന്ന് ഡിക്ലെയർ ചെയ്തിട്ട് വെളിയിറങ്ങാൻ പോവുക. ഇനി എൻ്റെ ശുശ്രൂഷ അകത്തല്ല, എൻ്റെ ശുശ്രൂഷ വെളിയിലാണ്. ഹല്ലേലൂയ. ഇതുവരെ അകത്തളങ്ങളിൽ രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞ ഒരു കൂട്ടം പേരുടെ അകത്ത്, ഹല്ലേലൂയ, അവരുടെ ഇടയിലായിരുന്നു ഇത്രയും നാൾ ന്യായപ്രമാണം വായിച്ചുകൊണ്ടിരുന്നത്. എത്ര കേട്ടിട്ടും കേൾക്കാത്തത് പോലെ ഹൃദയങ്ങളെ തടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ നടുവിൽ നിന്നും എന്റെ കർത്താവ് പറഞ്ഞു, എന്നെ ദൈവം വിളിച്ചത് ഈ അഭിഷേകം തന്നാണ്. വായിച്ചോ. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുക. കർത്താവ് തന്റെ അഭിഷേകത്തെ കുറിച്ച് പറയുന്നത്, എന്നെ ദൈവം വിളിച്ചത് ഇന്നതിനാണ്. വായിച്ചോ. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം. എല്ലാരും പറഞ്ഞാട്ടെ, നിങ്ങളെ വിളിയും അതാ. യേശുവിന്റെ മേൽ കിടക്കുന്ന അഭിഷേകമാണ് നിങ്ങളുടെ അകത്ത്, എൻ്റെ അകത്ത്, നമ്മുടെ എല്ലാവരുടെ അകത്ത്. എന്താണ് നിങ്ങളുടെ വിളി? എല്ലാരും പറഞ്ഞ, അടുത്തിരിക്കുന്നവർ പറഞ്ഞു കൊടുക്ക, എൻ്റെ മേൽ കിടക്കുന്നത് ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കാൻ. അടുത്തത്, കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എന്റെ മേൽ. എല്ലാവരും, എന്റെ മേല് അവന്റെ ആത്മാവുണ്ട്, എന്റെ മേൽ അവന്റെ ആത്മാവുണ്ട്. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ, ബദ്ധന്മാർക്ക് വിടുതൽ, ബദ്ധന്മാരെ വിടുവിക്കുവാൻ, കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കാൻ, പ്രസംഗിക്കുവാനും, പീഡിതന്മാരെ പീഡിപ്പിക്കപ്പെടുന്നവരെ വിടുവിക്കുവാനും, കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിക്കുവാൻ, ദൈവത്തിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാൻ എന്നെ അയച്ചിരിക്കുന്നു, എന്നെ എഴുതിയിരിക്കുന്നു. 61 യെശയ്യാവ് എടുത്താട്ടെ. 61 യെശയ്യാവിന്റെ പുസ്തകം 61 ഒന്ന് വായിക്കുക. അതേ ആത്മാവിനെ കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്. എളിയവരോട് സദ്വർത്തമാനം ഘോഷിക്കുക. എളിയവരോട്, എല്ലാരും പറഞ്ഞിട്ട്, എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലിരിക്കുന്നു. എന്റെ മേല് ദൈവത്തിന്റെ ആത്മാവ് ഇരിക്കുന്നു. എല്ലാരും പറഞ്ഞോ, ദൈവത്തിന്റെ ആത്മാവ് എന്റെ മേലിരിക്കുന്നു, ദൈവത്തിന്റെ ആത്മാവ് എന്റെ മേലിരിക്കുന്നു. പറഞ്ഞാട്ടെ, ഉറക്കെ പറഞ്ഞാട്ടെ, വാ തുറന്ന് ഉറക്കെ പറഞ്ഞാട്ടെ, ദൈവത്തിന്റെ ആത്മാവിന്റെ. അപ്പൊ അകത്ത് നീ അത് പറയുമ്പോൾ തന്നെ അകത്തുള്ള പൈശാചിക ശക്തികൾ ഇറങ്ങി ഓടും. നിന്നെ ബലഹീനമാക്കി, നിന്നെ ഉണർവില്ലാതാക്കി, നിന്നെ ഉറക്കത്തിലാക്കി, നിന്നെ തളർത്തിയിട്ടിരിക്കുന്ന മേഖലകൾ പൊളിയണമെങ്കിൽ ഇന്ന് പകൽ നീ വാ തുറന്ന് പറയണം, എന്റെ അകത്ത് ദൈവത്തിന്റെ തേജസ്, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ ആത്മാവ് എന്റെ അകത്തിരിക്കുന്നു. അത് എളിയവരോട് സദ്വർത്തമാനം അറിയിപ്പാൻ ഒരു അഭിഷേകം എന്റെ മേലുണ്ട്. ദൈവത്തിന്റെ ആത്മാവിന്റെ അകത്തുണ്ട്, ദൈവത്തിന്റെ ആത്മാവിന്റെ അകത്തുണ്ട്, ദൈവത്തിന്റെ തേജസ് എന്റെ മേലുണ്ട്. എളിയവരോട് സദ്വർത്തമാനം പറയുവാൻ, ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുവാനും. എല്ലാരും പറഞ്ഞ അടുത്തിരി, ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടണം. കേട്ടോ? ഹൃദയം തകർന്നവരെ, നിങ്ങൾ അടുക്കൽ വരുന്ന ഹൃദയം തകർന്നവരെയൊക്കെ എന്ത് ചെയ്യണം? മുറിവ് കെട്ടുവാനും. അങ്ങനെ ചെയ്യരുത്. കുറച്ച് മണ്ണെണ്ണയും പെട്രോളും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. അതല്ലേ നമ്മൾ ചെയ്യേണ്ടത്, അല്ലേ? പിന്നെ എന്ത് ചെയ്യണം? എല്ലാരും പറഞ്ഞാട്ടെ, മുറിവ് കെട്ടണം. തടവുകാർക്ക് വിടുതലും, വിടുതൽ കൊടുക്കണം. വീണ്ടും പിടിച്ച് ബന്ധിക്കരുത്. ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവും അറിയിക്കുവാനും. ബദ്ധന്മാരോട് നിന്നെ ദൈവം സ്വാതന്ത്ര്യം തരാൻ വേണ്ടി വിളിച്ചു. യഹോവയുടെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിന്റെ വരാൻ പോകുന്ന നിത്യതയെ കുറിച്ചും കർത്താവിന്റെ രണ്ടാം വരവിനെ കുറിച്ചും ഒക്കെ നമ്മൾ പ്രസംഗിക്കണം. പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെയൊക്കെ എന്ത് ചെയ്യണം? എല്ലാരും അടുത്തിരിക്കുന്ന തലയിലൊന്ന് ആശ്വാസം എടുത്താട്ടെ, പിടിച്ച്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദുഃഖിതന്മാരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ദൈവമക്കളെ ആശ്വസിപ്പിക്കണം. സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമായി, അവര് ചാമ്പലിൽ കിടക്കുന്ന ആൾക്കാര്, പ്രൈസ് ദി ലോർഡ്, അങ്ങനെയുള്ളവരെ പിടിച്ച് എന്ത് ചെയ്യണം? അലങ്കാര കൃപാവരങ്ങളാൽ അവരെ നിറയ്ക്കാൻ. ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും, ദുഃഖത്തിന് പകരം
എല്ലാവരും ഒന്ന് ചിരിച്ചേ. എന്താണ് നമ്മളെ ദൈവം എന്തിനാണ് വിളിച്ചത്? ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. ദുഃഖിച്ചിരിക്കാനല്ല. ദൈവത്തിന്റെ ജീവിക്കുന്ന ദൈവത്തിന്റെ ആലയത്തിൽ വരുന്ന നിന്നെയും എന്നെയും ദൈവം ഇവിടെ കൊണ്ടുവന്നിരുത്തിയിരിക്കുന്നത് ഹല്ലേലൂയ അവാർഡ് ഫിലിമിലെ നായകനെ പോലെ ഇരിക്കാനല്ല. അതിന് പകരം ചിരിച്ച് സന്തോഷിച്ച് ആത്മാവിൽ ഉള്ളത്തിൽ സന്തോഷം അനുഭവിക്കാനാണ് ദൈവം നിന്നെ ഇവിടെ കൊണ്ടുവന്നിരുത്തിയിരിക്കുന്നത്. വിഷണ്ണ മനസ്സിന് പകരം സ്തുതി. വിഷണ്ണ മനസ്സിന് എപ്പോഴും താടി കൈയും കൊടുത്തിരിക്കുന്നതിന് പകരം സ്തുതി എന്ന മേലാടെ. സ്തുതി. എല്ലാരും സ്തുതിച്ചാട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവത്തിനെ സ്തുതിച്ച കൊടുക്കുവാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. അവൻ എന്നെ അയച്ചു. എല്ലാവരും പറഞ്ഞു എന്നെ ദൈവം അതിനാ തെരഞ്ഞെടുത്തിരിക്കുന്നത്. കേട്ടോ, ഈ വചനം എന്താണെന്ന് അറിയാമോ? അത് നിന്നോടുള്ള ദൂതാണ്. നിന്നെ ദൈവം വിളിച്ചിരിക്കുന്നത് പതിവുകളെ തെറ്റിക്കാനാണ്. ഈ കാലഘട്ടങ്ങളിൽ പലരും ചെയ്യാതിരിക്കുന്നത് ചെയ്യാൻ, ഈ കാലഘട്ടങ്ങളിൽ പലരും തെറ്റിച്ചുകൊണ്ടിരിക്കുന്നതിനെ, അല്ല ക്രമം കെട്ട് നടക്കുന്നതിനെ, തകർന്ന ഹൃദയങ്ങളെ, ദുഃഖിതരായിരിക്കുന്നവരെ, വിഷണ്ട മനസ്സിലായിരിക്കുന്നവരെ, മുറിവേറ്റവരെ ആശ്വസിപ്പിക്കാൻ, അവരെ പുറത്തു കൊണ്ടുവരുവാൻ, അവരെ സ്വതന്ത്രരാക്കാൻ, അവരെ ബ്ലസ് ചെയ്യുവാൻ, അവരെ ബന്ധനം അഴിപ്പാൻ, അവരെ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ, അവരുടെ കുരുട്ട് കണ്ണുകളെ തുറപ്പാൻ, അവരുടെ രോഗികളെ സൗഖ്യമാക്കാൻ എന്റെ ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഈ അഭിഷേകം എന്റെ അകത്തുണ്ട്. അതാണ് കർത്താവായ യേശു ക്രിസ്തു ആലയത്തിൽ വന്ന് പുസ്തകം തുറന്ന് എന്ത് ചെയ്തു? വായിച്ചു. വായിച്ചപ്പോ എന്ത് ചെയ്തു? വായിച്ചോ. ലൂക്കോസിന്റെ സുവിശേഷം 4:16 മുതൽ താഴോട്ടുള്ളത് 20. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിക്കുവാനും പീഡിതന്മാരെ വിടുവിച്ചയക്കുവാനും കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിക്കുവാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. പിന്നെ അവൻ പുസ്തകം മടക്കി. എല്ലാവരും പറഞ്ഞാട്ട് പുസ്തകം മടക്കി. ശുശ്രൂഷക്കാരന് തിരികെ കൊടുത്തിട്ട്, ശുശ്രൂഷകൻ അവിടെ അന്ന് വരെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നവന്റെ കയ്യിൽ തിരിച്ചു കൊടുത്തിട്ടിരുന്നു. പള്ളിയിലുള്ള എല്ലാവരുടെ കണ്ണ് അവനിൽ പതിഞ്ഞിരുന്നു. ഇതുവരെ ഇല്ലാത്തൊരു സംഭവം പുള്ളി വായിച്ചതേ ഉള്ളൂ. പറഞ്ഞാട്ടെ, വായിച്ചതേ ഉള്ളൂ. പക്ഷെ എല്ലാവരുടെയും കണ്ണ് ആരുടെ മേൽ പതിഞ്ഞു? അതാണ് അഭിഷേകത്തിന്റെ പ്രത്യേകത. അഭിഷേകമുള്ളവൻ ബൈബിൾ എടുത്താൽ അതിന് വ്യത്യാസമുണ്ട്. അഭിഷേകമുള്ളവൻ വചനം വായിച്ചാൽ വ്യത്യാസമുണ്ട്. അഭിഷേകമുള്ളവൻ ആരാധിച്ചാൽ വ്യത്യാസമുണ്ട്. അഭിഷേകമുള്ളവൻ സ്തോത്രം പറഞ്ഞാൽ വ്യത്യാസമുണ്ട്. അഭിഷേകമുള്ളവൻ നടന്നാൽ വ്യത്യാസമുണ്ട്. അഭിഷേകമുള്ളവൻ ഇരുന്നാൽ വ്യത്യാസമുണ്ട്. അഭിഷേകമുള്ളവന്റെ നിഴല് തട്ടിയാൽ വ്യത്യാസമുണ്ട്. അഭിഷേകമുള്ളവന്റെ കയ്യിലിരിക്കുന്ന തൂവാലയ്ക്ക് വ്യത്യാസമുണ്ട്. അഭിഷേകമുള്ളവന്റെ കരങ്ങൾക്ക് വ്യത്യാസമുണ്ട്. അഭിഷേകമുള്ളവന്റെ ശബ്ദത്തിന് വ്യത്യാസമുണ്ട്. അഭിഷേകമുള്ളവന്റെ പ്രസംഗത്തിന് വ്യത്യാസമുണ്ട്. ആത്മാ നിറവുള്ളവൻ വ്യത്യസ്തനാണ്. അവൻ മറ്റുള്ളവരെ അവനെ കാണും, നോക്കും, അത്ഭുതപ്പെടും. കാരണം എന്തെന്നറിയാമോ? അവൻ സത്യം വിളിച്ചു പറയും. ആരും പറയാത്ത സത്യം. അന്ന് ഒരു അഭിഷേകത്തെ മറന്നുകൊണ്ട് പാരമ്പര്യ ക്രിസ്ത്യാനികൾ അതിനകത്തിരുന്ന് വെറുതെ വചനം കേട്ടുകൊണ്ടിരുന്നു. അവരുടെ ജീവിതം മാറിയില്ല. അവർ പാരമ്പര്യത്തിന്റെ കെട്ടിൽ കിടന്നു. പക്ഷെ ആദ്യമായി ഒരുവൻ എഴുന്നേറ്റ് ആത്മശക്തിയോടെ ജീവനുള്ള ദൈവത്തിന്റെ വചനം വായിച്ചപ്പോൾ സകല മനുഷ്യരും കേട്ടവർ അവനിലേക്ക് നോക്കി. രോഗത്തിന്റെ പുറകെ ഓടുന്നു, സ്വസ്ഥതയ്ക്ക് വേണ്ടി പല സ്ഥലങ്ങളിൽ ഓടി നടക്കുന്നു. എന്നാൽ നിന്റെ സ്വസ്ഥത എന്താ നഷ്ടപ്പെടാൻ കാരണം? നിന്റെ ഭൗതിക നന്മ എന്താ നഷ്ടപ്പെടാൻ കാരണം? ഹല്ലേലൂയ. കർത്താവ് യേശു ക്രിസ്തു ജനിച്ചപ്പോൾ യേശുവിൻ്റെ അടുക്കൽ എന്ത് ചെയ്തു? വിദ്വാൻമാർ വന്നിട്ട് മൂരും കുന്തിരിക്കവും ഒക്കെ കൊണ്ടുവന്ന് ഇവിടെ വെച്ച്. ഹല്ലേലൂയ. എന്നാ അഭിഷേകമുള്ളിടത്ത് എല്ലാം അത് തേടി വരാനിടയാകും. നീ ഒന്നിന്റെ പുറകിൽ ഓടേണ്ട കാര്യമില്ല. നിന്റെ ഓട്ടം, നീ ഓടി ഓടി തളർന്നിരിക്കുക. നീ പലയിടത്ത് സ്വസ്ഥതയ്ക്ക് വേണ്ടി ഓടുകയാ, സമാധാനത്തിന് വേണ്ടി ഓടുകയാ. കാരണം നിന്റെ ശ്രദ്ധ ക്രിസ്തുവിലല്ല, ലോകത്തിലാണ്. എന്നാൽ ഇന്ന് പകൽ നിന്റെ വിളിയിലോട്ടും നിന്റെ ശ്രദ്ധ ക്രിസ്തുവിലോട്ടും കേന്ദ്രീകരിക്കുമ്പോൾ നിന്റെ അകത്ത് വ്യാപരിക്കുന്ന അഭിഷേകം നിന്നിലേക്ക് സകലതും കൊണ്ട് എത്തിക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പം ആത്മാവിൽ നടക്കുന്നവനും പ്രാർത്ഥനാ ജീവിതമുള്ളവനും മുട്ടുമടക്കാൻ അറിയുന്നവനും വീട്ടിനകത്തിരിക്കുമ്പോൾ അവൻ്റെ അടുക്കലോട്ട് സകലതും വന്നു കയറും. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനകത്ത് നീ സമയം ചെലവഴിക്കുമ്പോൾ, നീ രാപകലില്ലാതെ കഠിനാധ്വാനം ചെയ്ത് ഓടി വേർത്ത് നിന്റെ ഇടപാട് തീർന്നാലും
ഒന്നും പ്രാപിക്കാൻ നിനക്ക് പറ്റത്തില്ല. എന്നാൽ ദൈവ സാന്നിധ്യത്തിനകത്ത് നീ ഇരിക്കുമ്പോൾ നിന്നെ തേടി ചിലത് വരാനിടയാകും. നിന്നെ തേടി ചിലത് വരാനിടയാകും. പകൽക്കാലം പറയുന്നു, ആത്മാ പറയുന്നു, പതിവുകൾ തെറ്റണം, പതിവുകൾ തെറ്റണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോ ദൈവം അഭിഷേകം പ്രാപിച്ച അല്ലെങ്കിൽ ആത്മനിറവ് പ്രാപിച്ച കർത്താവ്, പ്രൈസ് ദി ലോർഡ്, എല്ലാവരുടെയും പതിവുകളെ തെറ്റിക്കാൻ കയറി വന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അദ്ദേഹം ആദ്യം ഒരു ദിവസം വന്ന് ആലയത്തിൽ കയറി പുസ്തകം എടുത്ത് വായിച്ചു. പിന്നെ അവിടെ കയറാൻ നിന്നില്ല, സമയമില്ല. എന്താണെന്നറിയാമോ? വെളിയിൽ കിടക്കിയ ജനം, കോടിക്കണക്കിന് ജനം വെളിയിൽ കിടക്കുന്നു. ഹല്ലേലൂയ. പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയി. എവിടെ പോയി? ഗന്നസരത്ത് തടാകത്തിൽ പോവാൻ. വായിക്കാം, 5-ാം അധ്യായം 1-ാമത്തെ വാക്യം. അപ്പോൾ ആലയത്തിനകത്ത് വന്നാലേ ജനം കൂടത്തുള്ളൂ. അവൻ ഗന്നേസരത്ത് തടാകത്തിൽ, യേശു കർത്താവ് ആലയത്തിൽ പുസ്തകം വാങ്ങി എന്ത് ചെയ്തു? വായിച്ചു, മടക്കി വെച്ചു, അവിടെ ഇരുന്നു. ഹല്ലേലൂയ. ജനങ്ങളെല്ലാം കൂടെ ഉറ്റുനോക്കി. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ പുള്ളി പറയുന്നുണ്ട്. പറഞ്ഞപ്പോൾ ആൾക്കാരെന്ത് ചെയ്തു? പല്ല് ഞെരിച്ചു. എന്ത് ചെയ്തു? പല്ല് ഞെരിക്കാൻ ആർക്കെങ്കിലും അറിയാമോ? ഈ മദ്യപിക്കുന്ന ആൾക്കാർ പല്ല് ഞെരിക്കാറുണ്ട്, കേട്ടിട്ടുണ്ടോ? അവരുടെ കട പിന്നെ വായിക്കകത്തുള്ള പല്ല് ഞെരിക്കുമ്പോൾ പിശാച് പിടിച്ചവനും ഞെരിക്കും. പിശാച് അകത്ത് കയറിയവനും മദ്യപിക്കുന്നവരൊക്കെ ഈ പല്ല് ഞെരിക്കാറുണ്ട്. അതിൻ്റെ സൗണ്ട് അടുത്ത് നിൽക്കുന്നവർ കേൾക്കാം. പാറ പൊട്ടിക്കുന്നത് പോലെ ഇരിക്കും, അല്ലേ? പ്രൈസ് ദി ലോർഡ്. കർത്താവിന് ശുശ്രൂഷയിൽ നിന്ന് കിട്ടിയ 2 കാര്യം: 1 കല്ലെറ്, 2 പല്ലുകടി, പിന്നെ ക്രൂശ് മരണം. പുള്ളി വല്ലതും ചെയ്തോ? ആകെ ചെയ്തെന്താണ്? ഉള്ളതുപോലെയൊക്കെ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഉള്ളതുപോലെ പറഞ്ഞു. പറഞ്ഞപ്പോൾ ഒരു സൈഡിൽ പല്ലുകടി, മറു സൈഡിൽ കല്ലെറി, വേറൊരു കുന്തവും കൊണ്ടുവരുന്ന ആൾക്കാർ കുത്താൻ, വേറെ ആൾക്കാർ ഒരു മരം വെട്ടിയെടുത്ത് അതിൽ കുറിശിക്കാൻ. ഒരു വലിയ സംഭവം. ഇതാണ് ശുശ്രൂഷ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിൻ്റെ ശുശ്രൂഷ ഇതാണ്. കല്ലേറ്, പല്ലുകടി, കുന്തം എല്ലാം ഉണ്ട്. അടി, ബഹളം, കാറിത്തുപ്പ്, ഇതെല്ലാം യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ ഒരു മറുവശത്ത് കർത്താവിന് കിട്ടിയ പ്രതിഫലങ്ങളാണ്. പക്ഷേ ക്രൂശ് മരണത്തിന് ശേഷം ഈ പറയുന്ന നമ്മളെല്ലാം കർത്താവിന് വേണ്ടി പ്രതിഫലമായി മാറി. ഹല്ലേലൂയ. അപ്പോൾ യേശു കർത്താവ് അവിടെ നിന്ന് സത്യം പറയാൻ തുടങ്ങിയപ്പോൾ അവർ പല്ല് കടിച്ച് പുള്ളിയെടുത്ത് മലയിൽ നിന്നെടുത്ത് താഴേക്ക് ഇടാൻ ശ്രമിച്ചു. പെട്ടെന്ന് പുള്ളി അവിടെ നിന്ന് പുറത്ത് വന്നു. കർത്താവ് പറഞ്ഞു, ഇനി ഇതിനകത്തല്ല ശുശ്രൂഷ, എനിക്ക് പുറത്തോട്ടങ്ങ് ഇറങ്ങാനുണ്ട്. എന്നെ കാത്ത് ആയിരങ്ങൾ താ നിൽക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹാലേ, വായിച്ചോ. അവൻ ഗന്നേസരത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിരക്കിക്കൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദാ നോക്കണം, 4-ാം അധ്യായത്തിനകത്ത് പള്ളിക്കകത്ത് കുത്തും പല്ല് ഞെരിച്ചലും കടപ്പല്ലെല്ലാം കടവായുടെ പല്ലെല്ലാം കൂടെ ഞെരിച്ച് ബഹളം ഉണ്ടാക്കിയപ്പോൾ കർത്താവ് ചാടി വെളിയിറങ്ങി. കർത്താവിൻ്റെ ശുശ്രൂഷ അവിടെ അവസാനിച്ചില്ല. ഹല്ലേലൂയ. നേരെ പോയപ്പോൾ തിക്കും തിരക്കും, പറഞ്ഞോട്ടെ, തിക്കും തിരക്കും, പുരുഷാരത്തിൻ്റെ തിക്കും തിരക്കും കർത്താവിൻ്റെ വചനം കേൾക്കാൻ. അതുകൊണ്ട് ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന നിന്നോട് ഞാൻ പറയുകയാണ്, നിന്റെ മിനിഷി ഇതിനകത്തല്ല. ഹല്ലേലൂയ. വെളിയിലോട്ട് നീ ഇറങ്ങ. നിന്നെ തിക്കി തിരക്കി പുരുഷാരം നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ചർച്ചിനകത്ത് കിടന്ന് മസിന് പിടിച്ച് മരിക്കാതെ നീ വെളിയിലോട്ടൊന്ന് ഇറങ്ങ. നിനക്ക് വേണ്ടി പുരുഷാരം കാത്തിരിക്കുന്നുണ്ട്. തിക്കി തിരക്കാൻ ആളുണ്ട്. ഇന്ന് പകലും നിന്റെ ശുശ്രൂഷ, അഭിഷേകമുള്ളവന്റെ ശുശ്രൂഷ ഒരു സഭയ്ക്കകത്ത് ഒതുങ്ങത്തില്ല. ഹല്ലേലൂയ. ആത്മാവിന്റെ നിറവുള്ളവന്റെ ശുശ്രൂഷ ഒരു ചർച്ചിനകത്ത് ഒതുങ്ങുന്ന ശുശ്രൂഷയല്ല. അവന് വേണ്ടി ലോകത്തിൽ ജനങ്ങൾ, കോടിക്കണക്കിന് ജനങ്ങൾ കാത്തിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ജനങ്ങളെല്ലാം കൂടെ തിക്കി തിരക്കി നിൽക്കുന്നു. അപ്പോൾ കർത്താവ് നടന്നു ചെന്നു. വായിച്ചോ. അപ്പോൾ 2 പടക് കരയ്ക്കടുത്തു. 2 പടക്, എല്ലാവരും പറഞ്ഞ 2 പടക്. 2 പടക് കരയ്ക്കടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. അവയിൽ നിന്ന് മീൻപിടുത്തക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. ആ പടകുകളിൽ
ശീമോനുള്ളതായ ഒന്നിൽ ആ. അവൻ കയറി ആ. കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. Praise the Lord. അവിടെ ഒരു വലിയൊരു വിഷയമാണ്. വലിയൊരു പുരുഷാരം അവിടെ തിക്കി തിരക്കി കർത്താവിന്റെ വചനം കേൾക്കാൻ വേണ്ടി തിക്കി തിരക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഇതൊക്കെ എപ്പോൾ സംഭവിച്ചെന്നറിയില്ല. വെറും 3-3.5 വർഷം മാത്രമേ യേശു കർത്താവ് ശുശ്രൂഷ ചെയ്തുള്ളൂ. ഫ്ലക്സ് ഇല്ല, ഒരു പബ്ലിസിറ്റി ഇല്ല, ഒന്നുമില്ല. കർത്താവ് ചർച്ചയിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ വിടുതൽ ശുശ്രൂഷ തുടങ്ങി. ഹല്ലേലൂയ. ജനങ്ങളെല്ലാം കൂടെ തിക്കി തിരക്കി അങ്ങോട്ട് നിൽക്കുക. കഴിഞ്ഞ നാളിൽ ഞാനൊരു പ്രവാചകനായ ഒരു അഭിഷിക്തനോട് ദൂത് പറഞ്ഞു. അദ്ദേഹം എന്നും ഒരു സഭയ്ക്കകത്ത് ഒതുങ്ങി നിൽക്കുകയായിരുന്നു. ഒരു ചർച്ചിനകത്ത് അദ്ദേഹം പോയി. അവിടെ 30-40 പേരുണ്ട്. ഞാൻ ആ പാർഷോട് പറഞ്ഞു, ബ്രദർ, നിങ്ങളുടെ വിളി ഈ സഭയ്ക്കകത്തല്ല, നിങ്ങളൊരു പ്രവാചകനാണ്, നിങ്ങൾ പുറത്ത് വരണം എന്ന് ദൂത് പറഞ്ഞു. അദ്ദേഹം അതിന് കൂട്ടാക്കിയില്ല, അദ്ദേഹം അതിന് തയ്യാറായില്ല. അദ്ദേഹത്തിനെ സംബന്ധിച്ച് മാസം വാടക കൊടുക്കണം. ഒരു വീടുണ്ട്, 10,000-4,000 രൂപ ആ വീടിന് വാടക കിട്ടുന്നുണ്ട്. പിള്ളേരെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഈ സഭയുള്ളതുകൊണ്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് അദ്ദേഹം ഞാൻ പറഞ്ഞ ദൂതിനെ അവഗണിച്ചുകൊണ്ട് 2-3 വർഷം അവിടെ നിന്നു. ഹല്ലേലൂയ. കാരണം അദ്ദേഹത്തിന് പേടിയായിരുന്നു, ഈ ചർച്ച അങ്ങ് വിട്ട് കഴിഞ്ഞാൽ, ഞാൻ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കും. അതുകൊണ്ട് അദ്ദേഹം ചർച്ച വിടാതെ നിന്നു. പക്ഷേ ചർച്ച വിടാതെ നിന്നപ്പോൾ സംഭവിച്ചത് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോയി. എന്നാൽ ഒരു ദിവസം എന്ത് ചെയ്തു, ചർച്ച് ഇദ്ദേഹത്തിന് ഏൽപ്പിച്ചവർ കുവൈറ്റിൽ നിന്ന് എവിടെ നിന്ന് വന്നിട്ട് പറഞ്ഞു, പക്ഷേ ഇനി ഞങ്ങൾ നോക്കിക്കോളാം, നിങ്ങൾ പോയിക്കോ. ഹല്ലേലൂയ. അദ്ദേഹത്തെ അവർ പറഞ്ഞു വിട്ടു. ഞാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു വിടാൻ നിൽക്കരുത്, നിങ്ങൾ അതിനു മുമ്പേ പോകണമെന്ന് പറഞ്ഞിട്ട് പുള്ളി കേട്ടില്ല. പക്ഷെ അവർ വന്ന് അദ്ദേഹത്തെ പറഞ്ഞു വിട്ടു. ഹല്ലേലൂയ. പക്ഷേ അന്ന് ഭയങ്കര ദുഃഖമായിരുന്നു. ഞാൻ പറഞ്ഞു, അന്നേ പറഞ്ഞതല്ലേ, എന്തെയാണ് നല്ല സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്തണം. അത് നിങ്ങൾ അവർ വന്ന് പറഞ്ഞു വിടേണ്ട കാര്യമില്ലായിരുന്നു. നേരത്തെ പോയിരുന്നു. ദൈവമല്ലേ വിളിച്ചത്, ദൈവം നടത്തും. ഹല്ലേലൂയ. പക്ഷേ അദ്ദേഹം അതിന് കൂട്ടാക്കിയില്ല. അദ്ദേഹം അവിടെ തന്നെ പിടിച്ചു നിന്നു. കാരണം അദ്ദേഹത്തിൻ്റെ പ്രാക്ടിക്കൽ ലൈഫിൽ അദ്ദേഹത്തിൻ്റെ സൂപ്പർ നാച്ചുറൽ പ്രസംഗിച്ചാലും സൂപ്പർ നാച്ചുറൽ ജീവിക്കാൻ പലർക്കും അറിയത്തില്ല, വിശ്വാസത്താൽ ജീവിക്കാൻ പലർക്കും അറിയത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ എന്തെങ്കിലും എവിടെ നിന്നെങ്കിലും സപ്പോർട്ട് കിട്ടിയാൽ അതുകൊണ്ട് ജീവിക്കാം എന്ന് വിചാരിച്ച് അവിടെ തന്നെ കടിച്ച് പിടിച്ച് നിന്നോ. എന്നാൽ എന്ന് ആ സഭയിൽ നിന്ന് ഇറങ്ങിയോ, ആ ഇറങ്ങി അന്ന് മുതൽ ഇന്ന് വരെ ഇല്ലാത്ത രീതിയിലുള്ള ശുശ്രൂഷ വെളിപ്പെടാൻ തുടങ്ങി. ഇന്ന് അദ്ദേഹം കുവൈറ്റിലൊക്കെ പോയിരിക്കുക. എന്നാൽ ഭയങ്കര ശക്തമായി ദൈവം അദ്ദേഹത്തെ അപ്പം ഞാൻ ചോദിച്ചു, അന്നേ ഇറങ്ങിയിരുന്നെങ്കിലോ? ദൈവമല്ലേ നമ്മളെ വിളിച്ചത്? പലപ്പോഴും നമ്മുടെ അവിശ്വാസം നിമിത്തം നന്മ പ്രാപിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. ഹല്ലേലൂയ. കെട്ടപ്പെട്ട അവസ്ഥയിൽ പലപ്പോഴും പലയിടങ്ങളിൽ ചെന്ന് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടങ്ങ് കിടക്കുക. ഹല്ലേലൂയ. അപ്പോൾ കർത്താവിൻ്റെ ദാസനെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ, ദൂത് പറഞ്ഞതുപോലെ ഇറങ്ങിയപ്പോൾ ഇരിക്കാൻ സമയമില്ലാതെ ഒരു വലിയ തിരക്കുള്ള ശുശ്രൂഷ ദൈവം കൊടുത്തു. ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ ദൂത് പറയുകയാണ്, പലയിടങ്ങളിൽ നീ കെട്ടപ്പെട്ട് കിടക്കുകയാണ്. എന്നാൽ നീ ആത്മാവിലൊന്ന് ഇറങ്ങാൻ തയ്യാറാണെങ്കിൽ, ഇന്ന് ഇതിനകത്തിരിക്കുന്ന ശുശ്രൂഷകരെ, ഇന്ന് ഇതിനകത്തിരിക്കുന്ന ലീഡേഴ്സ് ആയിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, നിങ്ങളെ ഏൽപ്പിച്ച ആ ഏരിയകളിലോട്ട് നിങ്ങളൊന്ന് ഇറങ്ങി ശുശ്രൂഷിച്ചാൽ വലിയൊരു തിക്കും തിരക്കും ഈ ദൈവസഭയ്ക്കകത്ത് വെളിപ്പെടാനിടയാകും. ഹല്ലേലൂയ. അപ്പോൾ അവര് കർത്താവ് നേരെ ചെന്നപ്പോൾ അവിടെ 2 പേര് ആൾക്കാരൊക്കെ തിക്കും തിരക്കുമ്പോൾ ഇത് എന്തായിരിക്കും ഈ തിക്കും തിരക്കും എന്നൊക്കെ പത്രോസ് ചിന്തിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹം രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ വല കഴുകിക്കൊണ്ടിരിക്കുക. എന്ത് ചെയ്യുക? വല കഴുകിക്കൊണ്ടിരിക്കുക. കാരണം എന്ന് പറഞ്ഞാൽ ഒന്നും കിട്ടിയില്ല. ശൂന്യമായ പടക്, 2 പടക് നിറച്ച് ഇപ്പോൾ കിട്ടുമെന്നൊക്കെ പറഞ്ഞ് വലയെടുത്ത് പോയതാ. അദ്ദേഹം പറയും, ഞാൻ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളാ ഞാൻ, എനിക്കറിയാത്ത വലയാണോ, എനിക്കറിയാത്ത കടലാണോ, എനിക്കറിയാത്ത മീൻപിടുത്തമാണോ, ഇതൊക്കെ മനസ്സിലിട്ടുകൊണ്ട് പോയതാ. പക്ഷേ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒരു പൊടിമീന് പോലും കിട്ടാതെ തിരിച്ചു വന്ന് വല കഴുകിക്കൊണ്ട് താൻ നിൽക്കുമ്പോൾ ഇതാ അദ്ദേഹത്തിൻ്റെ അത്ഭുതം, അദ്ദേഹത്തിൻ്റെ വിടുതൽ നടന്നു വരുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽ അങ്ങനെ ചിലരോട് ആത്മാവ് ദൂത് പറയുന്നു. കർത്താവ് പറയുന്നു, ഇല്ലാതെ ശൂന്യമായ കരങ്ങളോടെ ഇതിനകത്തിരിക്കുന്ന നിന്നെ നോക്കി ഹൃദയം ശൂന്യമാണ്, കരങ്ങൾ ശൂന്യമാണ്. നീ കഠിനാധ്വാനം ചെയ്തിട്ട് ഒന്നും കിട്ടുന്നില്ല. രാപകൽ അധ്വാനിക്കുന്നു, ഫാസ്റ്റിംഗ് പ്രയറിന് പോലും വരാതെ അധ്വാനിക്കുന്നു, ആരാധനയ്ക്ക് പോലും ഇരിക്കാതെ ഓടുന്നു. പക്ഷെ നിന്റെ കരം ശൂന്യമാണ്, നിന്റെ പേഴ്സ് ശൂന്യമാണ്, ഒരു സ്തോത്രക്കാഴ്ച ഇടാൻ പോലും നിന്റെ കയ്യിൽ ഒന്നുമില്ല, നിന്റെ അക്കൗണ്ടിൽ ഒന്നുമില്ല. എന്നാൽ ആത്മാവ് എന്നോട് ദൂത് പറയുകയാണ്, ആ ശൂന്യമായ കരങ്ങളോട് ഇരിക്കുന്ന നിന്നെ നോക്കി കർത്താവ് പറയുകയാണ്, നിന്റെ വിടുതൽ ദാ നടന്നു വരികയാണ്. നിന്റെ അടുക്കലോട്ട് നിന്നെ തേടി നിന്നെ ഒന്ന് അണച്ചു പിടിക്കാൻ, നിന്റെ സ്ഥിതി കാണാൻ, നിന്റെ സ്ഥിതി അറിയാൻ എന്റെ ദൈവം ദാ നടന്നു വരികയാണ്. നീ എൻകൗണ്ടർ, നീ യേശുവിനെ മീറ്റ് ചെയ്യാൻ പോവുക.
ഇന്ന് വരെ നീ മീറ്റ് ചെയ്തത് പല മനുഷ്യരെ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പല മനുഷ്യര്. പ്രൈസ് ദി ലോർഡ്. വല ഉണ്ട്, പടകമുണ്ട്, കഴിവുണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്, PhD ഉണ്ട്, പക്ഷെ നോ യൂസ്. ഹല്ലേലൂയ. കർത്താവില്ലെങ്കിൽ ഇതെല്ലാം പിന്നെ ഒരു യൂസും ഇല്ലാത്തതാണ്. ചിലരൊക്കെ പറയും എനിക്ക് എത്രയോ ഡിഗ്രികളുണ്ട്. ഡിഗ്രിയുടെയൊക്കെ സർട്ടിഫിക്കറ്റിൻ്റെ സംഭവം കേട്ടാൽ നമ്മൾ ഞെട്ടി ബോധം കിട്ടും. പക്ഷെ ഒരു പ്രയോജനമില്ല. എത്രയോ പേര് വലിയ വലിയ പഠിത്തങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിനകത്ത് ജോലി ഇല്ലാതിരിക്കുന്നു. ഭാര്യ ജോലി ചെയ്യുന്നു, കൊണ്ടു കൊടുക്കുന്നു, അവിടെ ഇരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്താണ് കാരണം? ദൈവമില്ല, ദൈവകൃപയിലുള്ള ആശ്രയമില്ല. അവർ ആശ്രയിക്കുന്നത് അവരുടെ കഴിവിലാണ്, അവരുടെ സർട്ടിഫിക്കറ്റിലാണ്, അവരുടെ വിദ്യാഭ്യാസത്തിലാണ്. എന്നാൽ ഇന്ന് പകൽക്കാലം നിന്റെ എക്സ്പീരിയൻസുകളെല്ലാം ദൈവം പൊളിക്കാൻ പോവുകയാണ്. നിന്റെ എല്ലാ ജീവിതത്തിലെ സകല സാങ്കല്പികമായ നിന്റെ ഹൃദയത്തിലെ ചിന്താഗതികളും ഞാനെന്ന ഭാവങ്ങളും പൊളിക്കാൻ പോവുകയാണ്. നീ കഠിനാധ്വാനം ചെയ്തിട്ടും കിട്ടാത്തത് ഒരു നിമിഷം കൊണ്ട് നിന്റെ കരങ്ങളിൽ എത്തിക്കുന്ന ഒരു ദൈവത്തിന്റെ പ്രവൃത്തിക്കായി ഇന്ന് പകൽ ദൈവം നിന്നെ മീറ്റ് ചെയ്യാൻ പോവുകയാണ്. കർത്താവ് പറഞ്ഞ 2022 ഈ സെപ്റ്റംബർ മാസം ഈ ഹാലേലൂയ ഞായറാഴ്ച ദിവസം ഈ ദൈവവചനം കേൾക്കുന്ന ദൈവജനങ്ങളോട് ആത്മാവ് വിളിച്ചു പറയുന്നു, നിന്റെ പതിവ് ശൈലിയിലുള്ള ആരാധന ഒന്ന് മാറ്റി, നിന്റെ എക്സ്പീരിയൻസുകളെല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് എൻ്റെ കർത്താവിനെ നിന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ നീ ഞെട്ടിപ്പോകുന്ന ചില വിടുതലുകൾ ഈ മാസം അവസാനിക്കുന്നതിന് മുമ്പ്, ഈ ദിവസങ്ങളിൽ നിന്റെ പടക് നിറയുന്നത്, നിന്റെ അക്കൗണ്ടുകൾ നിറയുന്നത്, നിന്റെ കരങ്ങൾ നിറയുന്നത്, നിന്റെ ഹല്ലേലൂയ നീ രാജ്യങ്ങൾക്ക് വായ്പ കൊടുക്കാൻ പോകുന്നത്, ഹല്ലേലൂയ നീ ഭാരത സഭയ്ക്ക് ഒരു അനുഗ്രഹമായി മാറാൻ പോകുന്നത്, നീ ഒരു റിച്ചസ്റ്റ് പേഴ്സണായി മാറുന്നത് നീ അറിയാൻ പോവുകയാണ്. യെസ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇത് വേറെ സംഭവമാണ്. ഇത് മീൻ കൊടുക്കാൻ വന്നതല്ല കേട്ടോ. പലപ്പോഴും നമ്മുടെ ഒരു ചിന്ത, കർത്താവ് നമ്മൾ ദിവസനത്തിൽ വന്ന ഒരു വീടില്ല, കർത്താവേ ദാരിദ്ര്യമാണ്, കടഭാരം മാറാൻ ഒന്ന് സഹായിക്കണം, പ്രാർത്ഥിക്കണം. ഞങ്ങളൊക്കെ അങ്ങനെ പോയത്, കടം മാറാൻ. പക്ഷെ തെറ്റിപ്പോയി. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലെ അവസ്ഥ കടബാധ്യതയായിരുന്നു. പക്ഷേ ചെന്നങ്ങ് കയറി. എന്ത് ചെയ്തു? ചെന്നങ്ങ് കടഭാരം മാറാൻ വേണ്ടി ആരുടെ അടുത്ത് ചെന്ന് കയറി? കർത്താവിൻ്റെ അടുത്ത് ചെന്ന് കയറി. കടം മാറിയിട്ടും ഇപ്പൊ പോകാൻ പറ്റാത്ത സ്ഥിതിയായി. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ദൈവത്തിന്റെ പരിപാടി. നിന്റെ വിഷയവുമായി നീ അകത്ത് കയറിയാൽ പിന്നെ വിഷയം മാറിയാലും നീ പിന്നെ പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിഷയം നീ തന്നെ മറക്കും. ഞാൻ എന്തിനാ വന്നതെന്ന് നീ ആൾക്കാരോട് ചോദിക്കും. നീ വന്നത് കടഭാരം മാറിയോ? കടമൊക്കെ എപ്പോഴും ഉണ്ട്. പക്ഷേ എന്താ പോകാത്തത്? എന്താണെന്നറിയത്തില്ല. ചക്ക ഇരക്ക് പോലെ ഒട്ടിപ്പോയി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഇതാണ് യേശുവിൻ്റെ സ്നേഹം. യേശു വന്നത് പത്രോസിന്റെ പടക് നിറയ്ക്കാനല്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ പടക് നിറയ്ക്കാൻ. ഹല്ലേലൂയ. നിന്നെ ദൈവം വിളിച്ചിരിക്കുന്നത് നീ ചിന്തിക്കുന്ന നിന്റെ പടക് നിറയാനാണെന്ന്. പ്രൈസ് ദി ലോർഡ്. നിന്റെ പടക് നിറയും, പക്ഷേ നീ അത് വിടും. ഹല്ലേലൂയ. നിന്റെ അടുക്കൽ ദൈവം വന്നത് നിന്റെ പടക് നിറയ്ക്കാനാണെന്നാ നിന്റെ വിചാരം. അത് ചുമ്മയാ. കർത്താവിന്റെ പടക് നിറയ്ക്കാൻ വേണ്ടി ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ട്. നീ വിചാരിച്ചാലേ പടക് നിറയൂ. ഇഷ്ടംപോലെ ജനം അവിടെ ഉണ്ട്. പക്ഷേ അതിനകത്ത് നിന്ന് ഒരുത്തന്റെ പടകിനകത്തേ ദൈവം കയറിയുള്ളൂ. ഇത്രയും ജനം അവിടെ ഉണ്ടെങ്കിലും നിരാശപ്പെട്ട് ഭാരപ്പെട്ട് തകർന്ന ഹൃദയത്തോടെ ഒറ്റ ചിന്ത, പടക് പടക് പടക്, മീന്, ഇത് മാത്രം സ്വപ്നം കണ്ടു നടന്നവന്റെ ജീവിതത്തിൽ കയറി. അവൻ ആരാധനയ്ക്ക് വന്നത് പുതിയ കട തുറക്കാൻ, പുതിയ ബിസിനസ് ആരംഭിക്കാൻ, കടഭാരം മാറാൻ, കേസ് മാറാൻ, ഹല്ലേലൂയ, വഴക്ക് മാറാൻ, കുടുംബജീവിത തകർച്ച മാറാൻ, ഹല്ലേലൂയ, സാമ്പത്തിക പ്രതിസന്ധി മാറാൻ, രോഗം മാറാൻ. തെറ്റിപ്പോയി നിന്നെ ദൈവം ഇവിടെ എത്തിച്ചത് ദൈവത്തിന്റെ
ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് മനസ്സിലായി? അടുത്തിരിക്കുന്നവരൊക്കെ പറ, കടബാധ്യത മാറാനാ വന്നത്. ഇതിനകത്ത് കടഭാരമൊക്കെ മാറാൻ വേണ്ടി ആത്മഹത്യ ചെയ്യാനൊക്കെ വന്ന് അകത്ത് കയറി വരുന്നുണ്ട്. ഇപ്പോൾ അങ്ങോട്ട് വെളിയിൽ ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായി, കുടുക്കിലായിപ്പോയി. ഹല്ലേലൂയ. അയ്യോ, ഞാൻ മരിക്കാൻ പോകുന്നു, കടബാധ്യത കൊണ്ട് നിവൃത്തിയില്ല, കടഭാരമാണ്, ഫാമിലി പ്രോബ്ലമാണ്, അല്ലെങ്കിൽ രോഗമാണ് എന്നൊക്കെ പറഞ്ഞ് വന്നവരാ. ഇത് രതീഷ് ബ്രദർ ഇതിനകത്ത് കയറിയത് ഒരു സ്വസ്ഥതയും സമാധാനത്തിന് വേണ്ടി. ഇവിടെ നിന്ന് ബാഗും എടുത്ത് ഒരു ദിവസം എന്നെ വിളിച്ച്, ഞാൻ എറണാകുളത്ത് പോകും, എന്തിനാ? ഒരു സമാധാനത്തിന് വേണ്ടി. ഹല്ലേലൂയ. ഞാൻ ഇപ്പോൾ പോണ്ട, ഹല്ലേലൂയ. അകത്തൊന്ന് കയറിക്കോ, ബാഗും കൊണ്ട് കയറി, ഇപ്പോൾ വെളിയിറങ്ങാൻ വയ്യ. പ്രൈസ് ദി ലോർഡ്. ഇപ്പോഴേ പുള്ളിക്ക് വെളിയിറങ്ങാൻ വയ്യ. സ്തോത്രം. ഇന്ന് വരെ താൻ ചെയ്യാത്ത പണികളെല്ലാം താൻ ചെയ്തുകൊണ്ടിരിക്കുക. പുള്ളിക്ക് എന്നെ അറിയത്തില്ല. പുള്ളി എന്നെ ചുറ്റികളൊക്കെ എടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിൽക്കുക, ഞാനാണോ ഇതെന്താ ചുറ്റികല്ലേ, ഞാൻ ഇവിടെയാണോന്നൊന്ന് പണിയേണ്ടത്, വേറെ എൻ്റെ പണി ഇവിടെ, എൻ്റെ പൈസ ഇവിടെ, എൻ്റെ വിഷയം എല്ലാം മറന്ന് പുള്ളി എന്ത് ചെയ്യുക, ഇവിടെ എല്ലാം ആണിയൊക്കെ അടിച്ചു വെച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. സ്തോത്രം. ഉണ്ണി ശിവ വന്നത് എന്തിനാണ്? കൊറോണ സമയത്ത് വേറെ സമയപ്പിക്കൊണ്ടിരുന്ന, ചുമ്മാ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. ഇപ്പോൾ പോകാൻ വയ്യാത്ത സ്ഥിതിയായി. ഹല്ലേലൂയ. സ്തോത്രം. പലരും വന്ന് കയറി, പക്ഷെ ഇപ്പോൾ പോകാൻ വയ്യ. എന്താ കാരണം? കാന്തം സൂചി ആകർഷിച്ചതുപോലെ യേശുവിൻ്റെ സ്നേഹം. ഹല്ലേലൂയ ജീസസ്. കർത്താവിൻ്റെ സ്നേഹം. മീനിന്റെ കാര്യം മറന്നു, പടക് മറന്നു, വല മറന്നു, കൂട്ടുകാരെ മറന്നു, വീട് മറന്നു, ഹല്ലേലൂയ, കുടുംബം മറന്നു, എല്ലാം മറന്നിട്ട് ഹല്ലേലൂയ സ്തോത്രം, ഇപ്പോ യേശുവിന്റെ പടക് നിറയ്ക്കാൻ പ്രൈസ് ദി ലോർഡ്. എന്തോ പരിപാടിയല്ലേ. ഞങ്ങളൊക്കെ വന്നത് 75 ലക്ഷം രൂപ കടഭാരം കൊണ്ട് കയറിയതാ. ഒരു സഭയ്ക്കകത്ത് ചെന്ന് കയറി ഇരുന്ന് പോയി, പിന്നെ ഇതുവരെ ഇറങ്ങാൻ പറ്റിയില്ല. 10-28 വർഷമായി നിന്ന് കറങ്ങുക. ഇറങ്ങണമെന്നുണ്ട്, പക്ഷെ ഇറങ്ങാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. സ്തോത്രം. കടഭാരം മാറിയോ? പിന്നെ 9 വർഷം അതിനേക്കാൾ ഇരട്ടി കഷ്ടതയായിരുന്നു. വന്ന കർത്താവിനെ കാണാൻ വന്ന ചെറിയ പ്രശ്നത്തില്ല. നമുക്ക് കൈകൊണ്ട് തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വിഷയമേ ഉള്ളൂ. കടം വാങ്ങിച്ചവൻ അന്ന് കൊടുക്കാതിരുന്നാൽ പോരെ. എൻ്റെ ഇല്ല, അടിച്ചു വാങ്ങിച്ചോ എന്ന് പറഞ്ഞ പോരെ. ഞങ്ങൾ അങ്ങനെയായിരുന്നു. പക്ഷേ നമുക്ക് കൈകാര്യം ചെയ്യാന്നുള്ളത് ആരും അടിക്കാനും കേസ് എത്രയോ നമ്മൾ കണ്ടിരിക്കുന്നു. പക്ഷേ നമുക്കൊക്കെ കൈകാര്യം ചെയ്യാന്നുള്ളതേ ഉള്ളൂ. പക്ഷേ പറ്റിപ്പോയി. എന്ത് ചെയ്തു? ഒന്ന് മാറാൻ വേണ്ടി ഒരു പാസ്റ്ററിനെ അകത്തോട്ട് ഈ വിഷയം ഒന്ന് മാറുമോ എന്ന് ചോദിച്ചേ ഉള്ളൂ. പിന്നെ ആ യേശു മുഖാന്തരം ഞങ്ങൾ അനുഭവിച്ച അടി, കല്ലേറ്, കാറിത്തുപ്പ്, കേസ്, വഴക്ക്, എന്തെല്ലാം പ്രശ്നം. അപ്പോഴെങ്കിലും ഒന്ന് മാറിക്കൂടെ എന്ന് ചോദിച്ചാൽ എന്തോന്നറിയത്തില്ല, മാറാൻ പറ്റുന്നില്ല. ജീവിതത്തിൽ അനുഭവിക്കാത്തതെല്ലാം അനുഭവിച്ചു, പക്ഷേ യേശുവിനെ വിട്ടുപോകാൻ പറ്റുന്നില്ല. എന്താ അതിന് കാരണം? വിട്ടുപിരിയാത്തൊരു സ്നേഹം, വിട്ടുപിരിയാത്ത ബന്ധം. പ്രൈസ് ദി ലോർഡ്. അല്ലേ? ഇതിനകത്തിരിക്കുന്ന നിങ്ങളോട് ഞാൻ ചോദിക്കുക, എന്താ മാറാത്തത്? എന്താ ഈ യേശുവിനെ വിട്ടുപിരിയാത്തത്? എന്തെല്ലാം വേദനകളിലൂടെ നിങ്ങൾ കടന്നുപോയി, ഏതെല്ലാം അപമാനങ്ങൾ നിങ്ങൾ അനുഭവിച്ചു, എന്തെല്ലാം വിഷയങ്ങൾ, എന്തെല്ലാം കണ്ണുനീരുകൾ, എന്തെല്ലാം നിന്ദകൾ. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി എന്നോട് പറഞ്ഞു, പാഷ എന്തെന്നറിയത്തില്ല, എനിക്ക് മാനസാന്തരം ഉണ്ടായി. 2 സഹോദരിമാർ എന്നോട് വന്ന് പറഞ്ഞു, എനിക്ക് ഭയങ്കര മാനസാന്തരം ഉണ്ടായി പാഷേ. എങ്ങനെ തിരിച്ചറിയാൻ പറ്റി? എൻ്റെ പണ്ടത്തെ സ്വഭാവമായിരുന്നെങ്കിൽ എടുത്ത് ഞാൻ ഭിത്തിയിൽ ചേർത്തനെ. പക്ഷേ ഞാൻ മാനസാന്തരപ്പെട്ടു. പലരും എന്നോട് പറഞ്ഞു, ഞാൻ മാനസാന്തരപ്പെട്ടു. ചിലതിനൊക്കെ സ്റ്റേജിൽ നിന്ന് വലിച്ചിറക്കി ഞാൻ കാലെ വാരി തൂക്കിയെടുത്ത് അറിയടിച്ചെന്ന് പറഞ്ഞു ഒരാൾ. പക്ഷേ എനിക്ക് മാനസാന്തരമായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പം ഞാൻ പറഞ്ഞു ശരിയാ. കാരണം അവരെയൊക്കെ പല ചരിത്രങ്ങളും നമുക്കറിയാം. പലരും മാനസാന്തരപ്പെട്ടവരാണ് ഇതിനകത്ത്. എന്നാൽ മാനസാന്തരപ്പെട്ടെന്ന് പറയുന്ന പലരും മാനസാന്തരപ്പെട്ടിട്ടുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ പറയട്ടെ, ഭയങ്കര മാനസാന്തരപ്പെട്ട ചിലരൊക്കെ ഇതിനകത്തുണ്ട് കേട്ടോ. അതിഭയങ്കരമാണ്. അതുകൊണ്ട് പലരുടെയും ചെവിക്കല്ല് പൊട്ടാതിരിക്കുക. പലർക്കും ഇപ്പൊ കാത് കേൾക്കാം. ഹല്ലേലൂയ. സ്തോത്രം.
ഇന്ന് പകൽ നിങ്ങൾ പരീക്ഷണത്തിന് നിൽക്കരുതേ. മാനസാന്തരപ്പെട്ടവനെ വീണ്ടും പഴയതിലോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കരുതേ. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെട്ടവരെ പ്രോത്സാഹിപ്പിച്ചോളണം. കാരണം അവരുടെ മാനസാന്തരം നീ മുഖാന്തരം നഷ്ടപ്പെട്ടാൽ നീ ഒരുപാട് വില കൊടുക്കേണ്ടി വരും. ഇവിടെയൊക്കെ ഇരിക്കുന്ന രതീഷ് ബ്രദറൊക്കെ വലിയ മാനസാന്തരമാണ് കേട്ടോ. ഭയങ്കര മാനസാന്തരപ്പെട്ടവരാ. ഇവരെ ഒന്നും പിന്നെയും തിരിച്ച് മാനസാന്തരം ഇല്ലാത്ത അവസ്ഥയിലാക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദാ ജിബിനൊക്കെ ഭയങ്കര മാനസാന്തരം ഈ ഇടയ്ക്ക്. ഹല്ലേലൂയ. അപ്പൊ മാനസാന്തരത്തിന്റെ അനുഭവത്തിലൂടെ നടക്കുന്ന പലരും ഇതിനകത്തിരിക്കുക. അപ്പൊ എന്തിനാ നമ്മൾ സഭയ്ക്കകത്ത് വരുന്നവരെ ആ മാനസാന്തരത്തിന്റെ ഫലം കാണുമ്പോൾ നിങ്ങൾ ചിന്തിക്കരുത് അവർ പേടിച്ച് ഭയന്ന് ഒതുങ്ങുന്നു എന്നല്ല. അവർ മാനസാന്തരപ്പെട്ടതിന്റെ ഫലമാണ് ഒതുങ്ങുന്നത്. മാനസാന്തരപ്പെടാത്തവരാണെങ്കിൽ അവരുടെ നാക്ക് നിന്റെ നാക്കും തമ്മിൽ വെച്ച് നോക്കിയാൽ നിന്റെ നാക്കൊന്നുമല്ല. അവർ നാക്ക് വെളിയിൽ ഇട്ട് കഴിഞ്ഞാൽ നീ ഓടി ആസിഡ് കുളിച്ചാൽ തീരത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. കൈകൊണ്ടും നാക്കുകൊണ്ടും കിട്ടിയതുപോലെ ഇരിക്കും. പക്ഷേ മാനസാന്തരം, ആ മാനസാന്തരപ്പെട്ടവർക്കായി നമുക്ക് കരമടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ജീസസ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം പത്രോസിന്റെ അടുക്കൽ കർത്താവ് വന്നതെന്നറിയാം. ചെറിയ പത്രോസ്, എന്താണ്? സിമ്പിൾ, സാധാരണ വ്യക്തി. പക്ഷേ വലിയ കാര്യം ചെയ്യാൻ പോവുകയാണ്. വലിയവനെ എന്നും പുരുഷാരത്തിൽ വലിയ പൊക്കവും തണ്ടും തടിയും വലിയ പൊസിഷനൊക്കെ ഉള്ളവർ എല്ലാവരും പ്രസംഗം കേൾക്കാൻ വേണ്ടി ഇങ്ങനെ വന്നിരിക്കുക. പക്ഷേ കർത്താവിന് ആവശ്യം എടുത്തുചാട്ടക്കാരനായ, ചെറിയ അല്പം വാളൊക്കെ കയ്യിൽ ആരും അറിയാതെ ഒളിച്ചു വെച്ചിരിക്കുന്ന, ഒന്ന് പറഞ്ഞ് രണ്ടാമതിനെ വെട്ടി പിന്നെ കാതൊക്കെ വെട്ടിയെടുക്കുന്ന പത്രോസിനെയാണ് ഇഷ്ടം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് വലിയ പെർഫെക്റ്റ് ആയ ആൾക്കാരെ തേടി വന്നതല്ല. കർത്താവ് ചില എടുത്തുചാട്ടക്കാരും ചില മുൻകോപക്കാരും, ഒന്ന് പറഞ്ഞ് രണ്ടാമതിനെ പ്രതികരിക്കുന്നവരും, പ്രൈസ് ദി ലോർഡ്, ആരും അറിയാതെ വാളും കൊണ്ട് നടക്കുന്നവരൊക്കെയാണ് കർത്താവിന് ഇഷ്ടം. പത്രോസിനെ അങ്ങ് ഇഷ്ടപ്പെട്ടു കർത്താവിന്. കർത്താവ് വന്ന് പറഞ്ഞു, പത്രോസേ ആ പടകൊന്ന് നീക്കോ. ഹല്ലേലൂയ, സ്തോത്രം. പറഞ്ഞാട്ട് ഒരല്പം നീക്കി കൊടുക്കണം. കർത്താവിന് കയറാൻ തക്കവണ്ണം നിന്റെ പടക് ഒരല്പം നീ നീക്കി കൊടുക്കണം. നീ ഒരു സ്റ്റെപ്പ് എടുക്കണം. നിന്റെ വിശ്വാസത്താൽ നീ ഇറങ്ങണം. നീ വല കഴിക്കൊണ്ടിരിക്കുന്നവനാ. ഞാനിപ്പോൾ എന്നെ കൊണ്ട് പറ്റത്തില്ല, നിങ്ങൾ വേണമെങ്കിൽ അങ്ങോട്ട് നീക്കിയിട്ട് കയറിയിരുന്ന് വല്ലതും ചെയ്തോ എന്നാണ് പറയുന്നത്. ചില ആൾക്കാർ പറയും, ഭാഷ വേണമെങ്കിൽ കട്ടൻ ചായ എടുത്തിട്ട് കുടിച്ചോ, നിങ്ങൾക്ക് ചായ വേണമെങ്കിൽ നിങ്ങളങ്ങ് ഇട്ട് കുടിച്ചോ എന്നല്ല പറയേണ്ടത്. ഒരു ശുശ്രൂഷ, ഒരു വിടുതൽ, ഒരു ബ്ലെസ്സിങ് പ്രാപിക്കാൻ. പ്രൈസ് ദി ലോർഡ്. പാസ്റ്ററിന് ആണെങ്കിൽ എല്ലാം ചെയ്തോ, പാസ്റ്റർ ഇവിടെ ഉണ്ടല്ലോ, വെളിയിറങ്ങി ആത്മാക്കളെ പിടിച്ചോണ്ട് വാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് ചെയ്തോ ഇത് ചെയ്തോ അതല്ല. പ്രൈസ് ദി ലോർഡ്. ഒന്ന് നീക്കിയിട്ട് കൊടുക്ക്. പ്രൈസ് ദി ലോർഡ്. ഒന്ന് എഴുന്നേക്ക്, ഒന്ന് അങ്ങോട്ട് സ്റ്റെപ്പ് വെക്ക്. കർത്താവ് പറയാം, നിന്റെ പടകിനെ നിറയ്ക്കാൻ നിന്റെ ചെറിയ ഒരു ചലനം മതി. പ്രൈസ് ദി ലോർഡ്. നിന്റെ ചെറിയൊരു വിശ്വാസം ഇന്ന് പകൽ ഐക്യതയോടെ ഒരു മനസ്സോടെ ഒരു ദൈവസഭയ്ക്കകത്ത് വന്ന് ഒരു തോളോട് തോള് ചേർന്ന് നിൽക്കാൻ നീ തയ്യാറാണെങ്കിൽ ആത്മാവ് എന്നോട് പറയുകയാണ്, ഇതാ വലിയ പെരുത്ത മീൻകൂട്ടം KFM ഗ്ലോബൽ വർഷിപ്പ് സെന്ററിനകത്ത് സഹോദര സഹോദരി ഒന്ന് ആ പടകിനകത്തൊന്ന് ഇറങ്ങിയിട്ട് ഈ പടകൊന്ന് നീക്കാൻ നീ തയ്യാറായാൽ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഹല്ലേലൂയ ജീസസ്. വലിയൊരു പെരുത്ത മീൻകൂട്ടം. ഹല്ലേലൂയ. പറഞ്ഞട്ടെ, ചെറിയ 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 ആളുകൾ മുഖാന്തരം വലിയ അത്ഭുതം. പറഞ്ഞാട്ടെ, ഹല്ലേലൂയ. ചെറിയ 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 എല്ലാവരും ചെറിയ 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 ആളുകൾ, ചെറിയ ചെറിയ ആളുകൾ മൂലമേ വലിയ വലിയ അത്ഭുതങ്ങൾ ചെയ്യും. പിന്നെ ഞാൻ ഒരു പാട്ടിൻ്റെ 1-2 വരി പറഞ്ഞുതരാം. അടുത്തിരിക്കുന്നവർ ചോദിക്കും, പത്രോസാരാണ്? ചോദിക്കും, പത്രോസാരാണെന്ന്. പത്രോസാരാണ്? യോഹന്നാനാരാണ്? വലവീശി, പറഞ്ഞിട്ട് വലവീശി മീൻ പിടിക്കും മുക്കുവരാണല്ലോ. പത്രോസാരാണ്? യോഹന്നാനാരാണ്?
വല വീശി മീൻ പിടിക്കും മുക്കുവരാണല്ലോ. പിന്നെന്താ അടുത്ത? അപ്പൊ ചെറിയ ചെറിയ ആളുകൾ മൂലമേ വലിയ വലിയ അത്ഭുതങ്ങൾ ചെയ്യും. എല്ലാരും പറഞ്ഞാട്ടെ, പത്രോസാരാ? പത്രോസാരാ? ഹല്ലേലൂയ. യോഹന്നാൻ ആരാ? ചെറിയ ആൾക്കാർ, ചെറിയ ആൾക്കാർ, സമൂഹത്തിലെ ചെറിയ ആൾക്കാർ, അപമാനമേറ്റവർ, പരാജയപ്പെട്ടവർ, നിന്ദിക്കപ്പെട്ടവർ, ആർക്കും വേണ്ടാത്തവർ, എല്ലാവരും തള്ളിക്കളഞ്ഞവർ. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ദൈവത്തിന് അവരെ മതി. ഇന്ന് പകൽ അവരെ മതി ദൈവത്തിന്. നിന്നെ മതി ദൈവത്തിന്. വലിയ ഉന്നത കുലത്തിൽ പിറന്നവനെ അല്ല, വല വീശി മീൻ പിടിച്ചോണ്ട് നടന്ന സാധാരണ മനുഷ്യരെ എന്റെ ദൈവം വലിയവനാക്കി മാറ്റി. അവന്റെ പടകിൽ ദൈവം കയറി. ഹല്ലേലൂയ. ദൈവത്തിനെ നീ മീറ്റ് ചെയ്യാൻ പോവുകയാണ്. നിന്നെ ദൈവത്തിന് ആവശ്യമുണ്ട്. നിന്റെ പടക് നിറയ്ക്കാനെന്ന വ്യാജാനത ഇന്ന് പകൽക്കാല യേശു കയറാൻ പോവുകയാണ് നിന്റെ പടകില്ല. നീ ഞെട്ടിപ്പോകുന്ന വർദ്ധനവും ഭയങ്കരമായ ഉയർച്ച നിനക്കുണ്ടാകും. വെറുതെ ഒന്ന് കയറിയതേ ഉള്ളൂ. വെറുതെ ജസ്റ്റ് ആദ്യമായിട്ട് മീറ്റ് ചെയ്തതാ. അതാ ദൈവത്തിന്റെ പ്രത്യേകത. ഒരു പരിചയമില്ല. പത്രോസിന് ഒരു പരിചയമില്ല, ബന്ധമില്ല, രക്തബന്ധമില്ല. പക്ഷെ ഇന്ന് പകല നിന്നെ ജസ്റ്റ് ഒന്ന് മീറ്റ് ചെയ്താൽ, ഒരു ജസ്റ്റ് ഒരു കൈവപ്പ് നിനക്ക് കിട്ടിയാൽ നിന്റെ ചരിത്രം മാറും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ചെറിയൊരു മീറ്റിംഗ് ഒന്ന് കണ്ടു. അപ്പോഴും അറിയത്തില്ല പത്രോസിന് നടന്നു വരുന്നത് വിടുതല, നടന്നു വരുന്നത് അത്ഭുതങ്ങളുടെ ഒരു കൂടാരവാ, നടന്നു വരുന്നത് സമൃദ്ധിയുടെ ഒരു അത്ഭുതകരമായ കൂടാരവാ, നടന്നു വരുന്ന ഒരു അഭിഷേക തൈലവാ. ഒരു അഭിഷേകത്തിന്റെ ഭരണിത നടന്നു വരികയാണ്. ആത്മനിറവിന്റെ ഭരണിത നടന്നു വരികയാണ്. ദാ ദൈവപുത്രൻ നടന്നു വരികയാണ്. ദാ സ്വർഗം നടന്നു വരികയാണ്. ഇന്ന് പകൽ എന്റെ ദൈവം ആ സ്വർഗീയ മഹത്വം, ആ ഗ്ലോറി നിന്നെ ഗ്ലോറിയിൽ നീ ടച്ച് ചെയ്യാൻ പോവുക. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു. എല്ലാം പറഞ്ഞാട്ടെ, മഹത്വം നിന്നെ ടച്ച് ചെയ്യാൻ പോവുക. ആ ഗ്ലോറി റിലത്തിനകത്ത് നിന്നെ ഒന്ന് ടച്ച് ചെയ്യാൻ പോവുക. നീ ഇതിനകത്തിരിക്കുമ്പോ വിശ്വാസത്താൽ ആ ഗ്ലോറി ഒന്ന് തൊടണം. വിശ്വാസത്താൽ കൈ നീട്ടി ഒന്ന് തൊട്ടേ, ആ മഹത്വത്തെ ഒന്ന് തൊട്ടേ. വിശ്വാസത്താൽ ഹല്ലേലൂയ, സ്തോത്രം. വിശ്വാസത്താൽ കണ്ടുകൊണ്ട് ആ മഹത്വത്തെ, ഗ്ലോറിയെ, ആ യേശുവിനെ ഒന്ന് തൊട്ടേ. ഹല്ലേലൂയ. നീ ഒന്ന് തൊടുന്ന നിമിഷത്തിൽ നിന്റെ ശൂന്യതകൾ മാറി, നിന്റെ കണ്ണുനീര് മാറി, നിന്റെ വിലാപം മാറി, നിന്റെ രട്ടിന്റെ അനുഭവം മാറി, നിന്റെ ശാപം മാറി, നിന്റെ ഹല്ലേലൂയ സ്ഥിതി മാറി. ഇന്ന് പകൽ നീ വിശ്വാസത്താൽ ആ മഹത്വത്തെ ഒന്ന് തൊട്ടേ. യേശുവിനെ ഒന്ന് തൊട്ടാൽ, യേശുവിന്റെ ഒരു വാക്ക് കെട്ടിയാൽ, യേശുവിന്റെ സാന്നിധ്യത്തിനകത്ത് നീ ഒന്ന് കയറിയാൽ നിന്റെ ജീവിതം പഴയതുപോലെയല്ല. നീ ചെയ്യുന്നതൊക്കെയും സാധിക്കാൻ പോവുകയാണ്. ദൈവമഹത്വം, ദൈവത്തിന്റെ ശബ്ദം ഇന്ന് പകൽ നിന്റെ ജീവിതത്തെ, മരുഭൂമിയുടെ അവസ്ഥകളെ ആത്മാവ് മാറ്റാൻ പോവുകയാണ്. Yes. Oh, Riva Champara Bari Bachava. Imana Charava Riva Chirava Raksha. Yes. Hallelujah, Jesus. Oh, hallelujah. Glory, glory. യേശുവിനെ വിശ്വാസത്താൽ ഇന്ന് പകൽ by faith നീ ഒന്ന് തൊടുമ്പോൾ നിന്റെ സ്ഥിതി മാറും. നിന്റെ മഹത്വം നിന്നിൽ വെളിപ്പെടും. ഗ്ലോറി വെളിപ്പെടും. ഹല്ലേലൂയ. വരുന്നത് മഹത്വമാ. ഇതിനകത്തിരിക്കുമ്പോൾ നീ ഓർക്കണം, ഇത് KFM സിറ്റീസ് പിന്നെ ചർച്ച്, കവടിയാർ ചർച്ചിനകത്തല്ല നീ ഇരിക്കുന്നത്. ഹല്ലേലൂയ. നീ ഇരിക്കുന്ന ഗ്ലോറിക്കകത്താ, നീ ഇരിക്കുന്ന മഹത്വത്തിനകത്താ, ദൈവ തേജസ്സിനകത്താ, ആത്മനിറവിനകത്താ, യേശുവിന്റെ അടുക്കല ഒരു ഭരണി തൈലവുമായി നിന്റെ അടുക്കൽ എന്റെ ദൈവം നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് നിമിഷത്തിലും നിന്റെ തലയിൽ ആ അഭിഷേക തൈലം വീഴാം. ആത്മാവ് ഇന്ന് പകൽ നിന്നെ തൊട്ടാൽ എന്റെ കർത്താവ് എന്നെ കാണിക്കുന്നു. ഒരു വെളിപ്പാട് ഞാൻ കാണുകയാണ്. എന്റെ കർത്താവിന്റെ കയ്യിൽ ദാ ഒരു തൈലപാത്രം ഇരിക്കുന്നു. ഇതിന്റെ നടുവിലൂടെ ദൈവം നടക്കുന്നു. അത് ചിലരുടെ തലയിലേക്ക് ഒഴിക്കപ്പെടുകയാണ്. കർത്താവ് പറയാണ്, എനിക്ക്
ഓ സുമാ സിസ്റ്ററെ, നിന്റെ തലയിൽ ഒരു അഭിഷേകം, ഒരു ആത്മനിറവ്, ഐശ്വര്യ. കർത്താവ് പറയാ, നിന്നെ ദൈവാത്മാവ് തൊടുന്നത് ഞാൻ കാണുകയാണ്. ആത്മാവ് ചിലരെ തൊടുന്നത് ഞാൻ കാണുകയാണ്. പരിശുദ്ധാത്മാവ് ചിലരെ തൊടുകയാണ്. ചിലരുടെ മേൽ ഇന്ന് അരുണിന്റെ അകത്ത് ദൈവം പറയുന്നു, അടുത്തൊരു സീസണിൽ ഇന്ന് പകൽ ദൈവ സാന്നിധ്യം വഹിക്കുന്ന യോശുവയെ പോലെ നീയും നിന്റെ കുടുംബം ആത്മാവിന്റെ ശക്തിയാൽ ഇന്ന് പകൽ എടുത്തറിയപ്പെടട്ടെ. Receive the power. Rabba Nabha Rasha Tharabha Rabba Rasha Tharabha Riba Rasha Tharabha. ഹല്ലേലൂയ. കർത്താവ് എന്നെ കാണിക്കുക, ചിലരുടെ അടുത്ത് ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്നിരിക്കുന്നു. ചിലരുടെ അടുക്കൽ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്ന് നിൽക്കുകയാണ്. ഹല്ലേലൂയ. സഹോദരി എഴുന്നേറ്റ് നിന്നാട്ടെ. ഉദയപ്രദന്റെ വൈഫ്, പ്രൈസ് ദി ലോർഡ്. എന്താ സിസ്റ്ററുടെ പേരെന്താണ്? അനിത അല്ലേ? അനിത സിസ്റ്ററെ, കർത്താവ് പറയുക, ഒരു പ്രത്യേക അനോയിന്റിങ് വരിക. നിന്റെ വീട്ടിന്റെ അകത്ത് വ്യാപരിക്കുന്ന ചില പൈശാചിക മുഖങ്ങൾ വർഷങ്ങളായി, 28 വർഷമായി നിന്റെ വീട്ടിനകത്ത് ശക്തമായ പൈശാചിക ശക്തികൾ, ഒന്ന് മാറി രോഗമിട്ട് പോരാടുന്ന ദുരാത്മ മണ്ഡലങ്ങൾ, അതിനെ പൊട്ടിച്ചുകൊണ്ട് നീ നിന്റെ കുടുംബം പുറത്തു വരേണ്ടതിന് ഒരു ആത്മശക്തി നിന്റെ അകത്ത് പ്രാപിച്ചോ. തീരകട്ടെ. Receive the fire. Receive the fire. ഓ രാമന, എഴുന്നേറ്റ് നിൽക്കുന്ന ആ സഹോദരി എഴുന്നേറ്റ് നിൽക്കുക. കർത്താവ് പറയാം, നിന്റെ അകത്തൊരു ദൈവസാന്നിധ്യം ഇന്ന് പകൽ വരിക.